പ്രത്യേകതരം കണ്ണാണ്. ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇസ്രായേലിനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ട് അവരത് കാണും. അല്ലാതെ കാണേണ്ടതൊന്നും അവരിട്ട് കാണത്തൂല്ല. സാരമില്ല. ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും മുഖ്യധാരാ മാധ്യമങ്ങളുടെ മതവും രാഷ്ട്രീയവും കലർന്ന ഇസ്ലാം മത പ്രീണന രാഷ്ട്രീയത്തിന്റെ തരം താണ നാടകം കളിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഗാസയ്ക്ക് വേണ്ടി കരയുന്ന ആളുകൾ ഒരിക്കലും അഫ്ഗാനിലെ താലിബാൻ നടത്തുന്ന വിഷയത്തെ സംബന്ധിച്ചിട്ട് കാണത്തില്ല. അവർക്കത് കാണാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഹിജാബ് വിവാദം. നല്ല രൂപത്തിൽ നടന്നിരുന്ന ഒരു സ്കൂള് ഇവര് ഹിജാബ് വിവാദം ഉണ്ടാക്കിയിട്ടു, എന്നിട്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ നണ്ടേ പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ വിഷയമാണ്. മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്കൂളിനെ വിവാദത്തിൽ വലിച്ചിട്ടിട്ട് ഇപ്പൊ റെസ്റ്റ് എടുക്കുക. ഇനി അവർക്ക് ആ സ്കൂള് വേണ്ട. നേരത്തെ തന്നെ ആ സ്കൂളിൽ നിന്ന് കുട്ടിയെ അങ്ങ് മാറ്റിയാ പോരായിരുന്നോ? ഇല്ല, ഞങ്ങൾക്ക് അവിടെ തന്നെ വേണം ഹിജാബ് എന്ന് പറഞ്ഞു. പക്ഷേ സ്കൂളിന്റെ നിലപാടുകൾക്കൊപ്പമാണ് നമ്മൾ. ആ സ്ഥാപനം ഭരണഘടനയെ അനുശാസിക്കും വിധമാണ് പ്രവർത്തിക്കുന്നത്. ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചൊന്നും അവിടെ വരാൻ പറ്റില്ല. എന്നാ പിന്നെ എന്തിനാണ് ഒരു സ്കൂളും അതിന്റെ യൂണിഫോമും ഒക്കെ ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടെ മതം ആചരിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ പിന്നെ ഇതിനെ പബ്ലിക് സ്കൂൾ എന്ന് എന്തിനാ പറയുന്നത്? അപ്പോ ഇനിയിപ്പോ TC വാങ്ങി വാപ്പ പോവാ മോളെ കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് പറയുന്ന കാരണങ്ങളാണ് രസകരം. സ്കൂള് മാറ്റാൻ പോവാണ്. അടുത്ത പ്രവൃത്തി ദിവസം തന്നെ കുട്ടിയുടെ TC വാങ്ങുമെന്നാണ് പറഞ്ഞത്. അടുത്ത ദിവസം തന്നെ. കാരണം തിങ്കളാഴ്ച ദീപാവലിയാണ്, തൊട്ടടുത്ത ദിവസമായിരിക്കും. ഹിജാബ് ധരിച്ചെത്തിയതോടുകൂടി കുട്ടിയെ പുറത്ത് നിർത്തിയെന്ന്. അങ്ങനെ ഒരു സംഭവം ആ സ്കൂളിൽ ഉണ്ടായിട്ടില്ലത് വരെ. പിന്നീട് മാനസിക സംഘർഷം ഉണ്ടാക്കിയത് ഈ കുട്ടി തട്ടം വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് അവിടെ 200ഓളം മുസ്ലിം കുട്ടികളും മറ്റതും പഠിക്കുന്നുണ്ട്. അവരെയും കൂടി ഇവർ ഈ കണ്ണിൽ കാണുമെന്ന് ആ കുട്ടികൾക്ക് ഭയമില്ലേ? ഇപ്പൊ പിതാവ് പറയുന്നു തന്റെ മകളുടെ തീരുമാനമാണ്, ഇനി ആ സ്കൂളിൽ പഠിക്കുന്നില്ല. ഇനി എന്തായിരുന്നാലും മുസ്ലിം മാനേജ്മെന്റ് ആയിരിക്കും ആ കുട്ടിക്ക് നല്ലത്. ഏതെങ്കിലും ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലേക്ക് അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി വന്നു കയറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കുള്ളതാണ്. തന്നെയുമല്ല, ഹിജാബ് ധരിക്കാൻ കുട്ടിയോട് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവുണ്ട്. അത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതിയിലും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ കുട്ടിയെ അനുവദിക്കണം. ഒരു കുട്ടിക്ക് മാത്രം പ്രത്യേകത അല്ല, ഇവര് പഠിച്ചിട്ട് എന്താ കാര്യം? ശരിക്കു പറഞ്ഞാൽ ഇവരെ മദ്രസ ആലയങ്ങളിൽ പഠിച്ചാ മതി. അതെ, ഇവർ മദ്രസയിൽ പഠിക്കട്ടെ. ഇവർക്ക് പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചിട്ട് ഇവര് വിദ്യാഭ്യാസം നേടി, പൊതുബോധം നേടി, ഇവര് വലിയ നിലകളിൽ എത്തിയിട്ട് എന്തോ ചെയ്യാനാ? ആരെ സേവിക്കാനാ? ഒരു കാര്യമില്ല. ഒരു കാര്യവും ആരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കുത്തിത്തിരിപ്പുകാര് തൽക്കാലം അവരുടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയട്ടെ. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം സ്കൂള് അവരുടെ നിയമങ്ങളൊന്നും മാറ്റി കൊടുക്കണം. നമ്മുടെ വക്കീല് പറഞ്ഞു കേട്ടില്ലായിരുന്നു, അഡ്വക്കേറ്റ് ജയശങ്കർ സർ. അദ്ദേഹം എത്രയോ മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സംഭവിക്കാൻ പോകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തെ വർഗീയവാദിയാക്കി. 5 വർഷം മുമ്പ് ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇനിയും കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന ഭീകരമായിട്ടുള്ള ഈ ജിഹാദികളുടെ താണ്ഡവത്തെ സംബന്ധിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിരുന്നതാണെന്ന് അദ്ദേഹം തന്നെ ഇന്ന് പറയുന്നുണ്ട്. മറുനാടന് നൽകിയ ഒരു വീഡിയോയില് അദ്ദേഹം കൃത്യമായിട്ട് ആ വിഷയം പറയുന്നുണ്ട്. അധികാരിയുടെ അടുത്താണല്ലോ പരാതിയുമായിട്ട് പോട്ട്. ഒന്നുകിൽ ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പെൺകുട്ടിയോട് സർക്കാർ അധികാരിയുടെ അടുത്താണല്ലോ പരാതിയുമായിട്ട് പോട്ട്. ഒന്നുകിൽ CBSE സമീപിക്കും, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിക്കും. ഇത് രണ്ടും ചെയ്യുന്നതിന് പകരം എന്തെന്നില്ല.
സ്ഥലത്തുള്ള ചില പോപ്പുലർ ഫണ്ടുകാരുടെ അടുത്താണ് പരാതിയുമായിട്ട് പോയത്. ആണോ? പോപ്പുലർ ഫണ്ടുകാർ ഈ വിഷയത്തിൽ ഇടപെട്ട് സംഗതി കളറായി. ഈ പോപ്പുലർ ഫ്രണ്ടുകാരും SDPIക്കാരുമാണ് ഈ പ്രശ്നം ഇത്രയും കലുഷിതമാം വിധം വളർത്തിയെടുത്തത്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ യുദ്ധം ചെയ്യുന്നത് ആലോചിക്കും. അല്ല, 9 വയസ്സുകാരനെ തോളിലിരുത്തിയിട്ടാണ് അരിയും മലരും മുദ്രാവാക്യം വിളിച്ചത്. അങ്ങനൊക്കെ നോക്കുമ്പോൾ ഇത് ചെറുതാ. വ്യക്തമായിട്ട് കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പരസ്പരം അവിശ്വാസവും സംശയവും ഭയവും വർദ്ധിച്ചു വരികയാണ്. ഏതാണ്ട് 5 വർഷം മുമ്പ് ഒരു പൊതുമാധ്യമത്തിൽ വന്ന് ഇത് ആദ്യം പറഞ്ഞ ഞാനാണ്. അന്ന് ഒരുപാട് പേരെ എന്നെ കുറ്റപ്പെടുത്തി. ഈ നാട്ടിൽ സമുദായ സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ശ്രമിക്കുന്നത്. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലായി. സംസ്ഥാനത്ത് ആളി പടർന്നിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി വിവാദം, ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി അല്ലെങ്കിൽ മകനുമായി ബന്ധപ്പെട്ട വിവാദം, ഈ പിന്നെ ഭരണപരാജയം, മന്ത്രിമാരുടെ കഴിവില്ലായ്മ, കെടുകാര്യസ്ഥത, അഴിമതി, സാമ്പത്തിക പരാധീനത, പ്രതിസന്ധി, ഇതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഇതുപോലെയുള്ള അന്തസ്സാരവിഹീനമായ ബാലിശമായ വിവാദങ്ങൾ സഹായിക്കും. നിഷേധിച്ചുമായി ബന്ധപ്പെട്ട് തികച്ചും ബാലിശം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഉള്ള ഒരു വിവാദം അല്ലേ? ആളിപ്പടരുകയും അത് സംസ്ഥാനത്തെമ്പാടും ഒരു സ്ഥാപനത്തിന്റെ നിയമങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല, ആ സ്ഥാപനത്തിന്റെ നിയമങ്ങളെ ഞങ്ങൾ അനുസരിക്കില്ല, ഞങ്ങൾക്ക് 6-ാം നൂറ്റാണ്ടിലെ ഞങ്ങളുടെ ഗോത്രമതം അനുസരിച്ചു മാത്രമേ ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ വരൂ എന്നൊരു കുട്ടി പറഞ്ഞാൽ, നാളെ നഗ്നരായി നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് പറയുന്നു ഞങ്ങളുടെ കുട്ടികൾക്ക് നഗ്നമായി വന്ന് സ്കൂളിൽ പഠിക്കണം. നടക്കുന്ന കേസാണ്. അടുത്ത ദിവസം ഒരു വിഭാഗം കാവി ധരിച്ചു കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ വേഷത്തിൽ വന്ന് പഠിക്കണം. ക്രിസ്ത്യൻ കുട്ടികൾ പറയുന്നു ഭാവിയിൽ ഞങ്ങൾ കന്യാസ്ത്രീകളാകാനാണ് തീരുമാനിച്ചത്, ഞങ്ങൾക്ക് ഈ വേഷത്തിൽ വന്ന് ഈ സ്കൂളിൽ വന്ന് പഠിക്കണം. ഇതൊന്നും നടക്കുന്ന കേസല്ല. ഇത് മര്യാദയ്ക്ക് പോകുന്ന മതേതര സമൂഹത്തിനിടയില് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരം നയങ്ങളും നിലപാടുകളുമായിട്ട് ഇവർ വരുന്നത്. സ്കൂളില് ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞ് ആ വിദ്യാർത്ഥിയും അധ്യാപകരും പേരൻസും തമ്മിൽ സംസാരിക്കേണ്ടുന്ന വിഷയം ഇവര് പോയി പോപ്പുലർ ഫ്രണ്ടുകാരോടാ പരാതി പറയുന്നത്. വലിയ ചർച്ചാ വിഷയമായി. രണ്ട് പ്രബല സമുദായങ്ങൾക്കിടയിൽ വലിയ സംശയവും ഭയവും അവിശ്വാസവും തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരുകയും ചെയ്തു. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയേണ്ടതില്ല, ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം. ഒരു മുസ്ലിം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി, സെന്റ് റീതാസ് കോൺവെന്റ് എന്ന പേരുള്ള, മുമ്പ് മുജാഹിദ് സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടിയാണ്. ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിൽപ്പെട്ട കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ വന്ന് ചേരും. ഇതൊരു അൺഎയ്ഡഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂളല്ല, സർക്കാർ സ്കൂളുമല്ല, സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളുമല്ല, CBSE സിലബസിൽ പോകുന്ന സ്കൂളാണ്. കേരള സംസ്ഥാന സർക്കാരിന് അവിടെ പറയത്തക്ക അധികാരമൊന്നുമില്ല. വേണമെങ്കിൽ ഇവർ കൊടുത്ത് NOC റദ്ദാക്കാം എന്നുള്ളതല്ലാതെ ഭരണപരമായ തലത്തിൽ ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരെ കൊണ്ട് അനുസരിപ്പിക്കാനൊന്നും നമ്മുടെ സംസ്ഥാന സർക്കാരിന് അധികാരം. അങ്ങനെ CBSEയുടെ ലുക്കൗട്ടിലുള്ള ഒരു സ്ഥാപനത്തിൽ വന്നു ചേരും. ആ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത, ഇത് കഴിഞ്ഞ 30 കൊല്ലത്തോളമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ കൃത്യമായിട്ടുള്ള ഡ്രസ് കോഡ് ഉണ്ട്, യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം ധരിച്ചുകൊണ്ട് മാത്രമേ അവിടെ ഏതൊരു വിദ്യാർത്ഥിക്ക് വരാൻ കഴിയും. ഇതിപ്പോ സംസ്ഥാനത്ത് മിക്കവാറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കാതെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ മുസ്ലിം കുട്ടികൾക്ക് മാത്രമായിട്ട് ഹിജാബ് ധരിച്ചു വരാനുള്ള ഒരു അനുവാദം അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇക്കണ്ട അട്ടഹാസങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കത് നേടിയെടുക്കണം. ഏതു വിധേനയും മുസ്ലിം കുട്ടികൾക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും, സർക്കാർ, അർദ്ധ സർക്കാർ, സ്വാശ്രയ എല്ലാ സ്ഥാപനങ്ങളിലും അവർക്ക് ഈ അപ്പിക്കുപ്പായവും ഇട്ടിട്ട് തൂറാൻ പോകുന്ന യന്ത്രങ്ങളാണ് എന്ന നിലയ്ക്കുള്ള വസ്ത്രം ധരിച്ച് അവർക്ക് പഠിക്കാൻ വരണം. കത്തോലിക്ക മാനേജ്മെന്റാണ്, ലത്തീൻ സഭയുടെ കീഴിലുള്ള ഒന്നാണ് ഈ കന്യാസ്ത്രീ പഠനവും അവരുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളും എന്നോട് മനസ്സിലാക്കാൻ. അപ്പൊ ഇവിടെ ലത്തീൻ സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പല സ്ഥാപനങ്ങളിലും, എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഇത് അനുവദിച്ചത്. ഉദാഹരണത്തിന് ആലുവയിലെ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ഹിജാബ് ധരിച്ച നിരവധി വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ എറണാകുളത്തെ പ്രസിദ്ധമായ സെന്റ് തെരേസാസ് കോൺവെന്റ് ഹൈസ്കൂളിലും കുട്ടികൾക്ക് ശിരോവസ്ത്രം അണിയുന്നതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ സഭയുടെ മറ്റു പല സ്ഥാപനങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് കാരണം കൊണ്ടെന്ന് നമുക്കറിയില്ല. ഈ സെന്റ് റീതാസിൽ ഇത് അനുവദിച്ചിട്ടില്ല. സെന്റ് റീതാസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നുകിൽ ഹിജാബ് ധരിച്ച് ആ സ്കൂളിൽ പഠിക്കാം, ആ സ്കൂളിൽ ഒന്നുകിൽ ഹിജാബ് ധരിച്ച് മറ്റേതെങ്കിലും സ്കൂളിൽ പഠിക്കാം, അല്ലെങ്കിൽ ഹിജാബ് ധരിക്കാതെ സെന്റ് റീതാസിൽ പഠിക്കാം. രണ്ടായിരം വ്യത്യാസമില്ല. ഇവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 140ഓളം മുസ്ലിം കുട്ടികൾ അന്യത ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. മറ്റു സമുദായക്കാരായ കുട്ടികളും ധാരാളമായിട്ടുണ്ട്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇടകലർന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ് പള്ളുരുത്തി. അവിടെ ഇതിനേക്കാളൊക്കെ വലിയ വിശാലമായ ക്യാമ്പസും ഇതിനേക്കാളൊക്കെ ഒട്ടനവധി അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെയുള്ള വേറെ സ്ഥാപനങ്ങളുണ്ട്. സാമാന്യം മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്നതിന്റെ കാരണത്താലായിരിക്കാം, അല്ലെങ്കിൽ CBSE സിലബസ് ഫോളോ ചെയ്യുന്നതിന്റെ കാരണത്താലായിരിക്കാം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത്.
അങ്ങനെ 4 മാസം കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിലെ കണ്ടോ? നിയമങ്ങളും നിയന്ത്രണങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട്. ആ 4 മാസം ഈ കുട്ടിക്ക് ഹിജാബ് വേണ്ടിയിരുന്നില്ല. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഹൈബി ഈഡൻ ചെന്ന് പറഞ്ഞപ്പോൾ മതം ഇവര് വിൽക്കാൻ തയ്യാറായി. ഇവർക്ക് പരലോകവും വേണ്ട, മതവും വേണ്ട, സ്വർഗവും വേണ്ട, ഒന്നും വേണ്ട. എന്നാൽ ശരി, യൂണിഫോം ധരിച്ചിട്ട് എന്റെ കുട്ടി വന്നോളും, ഹിജാബ് വേണ്ട എന്നായി. അതുകൊണ്ടാ പറയുന്നത് ശരിക്കും ഇവരുടെ പ്രശ്നം മതമായിരുന്നില്ല. എത്രയോ വർഷങ്ങളായി ഇത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മളും പറയുന്നു. ഇപ്പം നിർമ്മല കോളേജിലെ നമസ്കാര സ്ഥലവുമായി ബന്ധപ്പെട്ട് തർക്കം വന്ന സമയത്തും നമ്മൾ ഇത് തന്നെ പറഞ്ഞിരുന്നു. ഇനി ഇവര് അടുത്തതായി ആവശ്യപ്പെടുന്നത്, ഇന്ന് നമസ്കരിക്കാൻ സ്ഥലം ചോദിച്ചു, നാളെ ഇവര് ഞങ്ങൾക്ക് അപ്പിക്കുപ്പായം ധരിച്ചു കൊണ്ടേ വരാൻ പറ്റൂ എന്ന് പറയും. അടുത്ത ദിവസം ഇവര് റമദാൻ മാസങ്ങളില് ഇവർക്ക് അവധി വേണമെന്ന് പറയും. ഇവർക്ക് ഹലാൽ ഫുഡേ കഴിക്കാൻ പറ്റൂ എന്നുള്ള നിലയെത്തും. ഇങ്ങനെ മറ്റു കുട്ടികൾ പോലും മറ്റ് ഇതര ഭക്ഷണങ്ങളൊന്നും സ്കൂളിൽ കൊണ്ടുവരരുത്, അവരോടൊപ്പം ഞങ്ങൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന രൂപത്തിൽ ഇവരിനിയും സ്കൂളിലെ മറ്റു കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തിലും മതം കലർത്താൻ. ഇതൊക്കെ ഇനിയും സമീപ സാഹചര്യങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എത്രയോ നാള് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാ. പക്ഷെ പറയുന്നവരെ വർഗീയവാദികളാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച വർഗീയ പാർട്ടികൾ ആരൊക്കെയാണ്? ഈ ഒരു 13 വയസ്സുകാരിയായ കുട്ടിയെ കൊണ്ട് ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന മറ്റു കുട്ടികൾക്ക് കൂടി തലവേദന ഉണ്ടാക്കുന്ന രൂപത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തവും എവിടെ ചെന്നാലും പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള സംഘടിതമായ ഒരു ശ്രമം മാത്രമല്ല, ഇതര മതസ്ഥർ നടത്തുന്ന മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ, എയ്ഡഡ് ആകട്ടെ അതല്ല അൺഎയ്ഡഡ് ആകട്ടെ, അത്തരം സ്ഥാപനങ്ങളിൽ പോലും മുസ്ലിം കുട്ടികളുടെ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒന്നല്ല 1000 തവണ ആലോചിച്ചിട്ട് മാത്രമേ ഇവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്ന രീതിയിലേക്ക് ഈ സാഹചര്യത്തെ വളർത്തിക്കൊണ്ടുവന്നതിന് പിന്നിൽ SDPI മാത്രമല്ല, സൈബർ സഖാക്കളാണ് ഈ പ്രശ്നം കത്തിച്ച് വിടുന്നതിൽ മുമ്പിൽ നിന്നത്. സെന്റ് റീത്ത സ്കൂളിൽ ഹിജാബ് ധരിച്ചു മാത്രമേ പഠിക്കാൻ എത്തുകയുള്ളൂ എന്ന് വാശി പിടിച്ച ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട്, അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് ക്ലാസ്സിൽ പ്രവേശനം അനുവദിക്കില്ല എന്നായിരുന്നു സ്കൂളിന്റെ നിലപാട്. അതായത് സ്കൂളിന്റെ ഡ്രസ് കോഡിന് വിരുദ്ധമാണ്, സ്കൂളിൽ മതചിഹ്നങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് അവരുടെ ഒരു നയമാണ്. മാത്രമല്ല സ്കൂളിന്റെ യൂണിഫോമിനും ഡ്രസ് കോഡിനും ഒക്കെ വിരുദ്ധമായ വേഷം ആര് ധരിച്ചു വന്നാലും അത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് മാനേജ്മെന്റ് നിലപാടെടുത്തത്. അതിന് ഏതാണ്ട് അനുകൂലമായ നിലപാട് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി എടുത്തിരുന്നു. വാദം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഹൈക്കോടതി വാദത്തിനിടയിൽ ഇത്ര മുസ്ലിം കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്ന് സ്കൂളിന്റെ വക്കീൽ ഒരു പ്രയോഗം നടത്തിയിരുന്നു. അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിരുന്നു. ആ വാദത്തെ കോടതി അനുവദിച്ചില്ല. ആ വാദത്തെ എതിർത്തുകൊണ്ട് ഇവിടെ മുസ്ലിം കുട്ടികൾ എന്നൊരു പ്രയോഗമില്ല, ഇവിടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയണമെന്ന നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. എന്നാൽ ആ നിരീക്ഷണത്തിന്റെ പേരിൽ തങ്ങൾക്ക് ഇത് അനുകൂല വിധി കിട്ടാൻ പോകുന്നു എന്നതിന്റെ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പോൾ തങ്ങളുടെ മകളെ ഇവിടെ ഹിജാബ് ഇല്ലാതെ, അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ പറയുന്ന വേഷമിട്ട് സ്കൂളിൽ പങ്കെടുത്തുകൊള്ളാം എന്നാണ് ആദ്യം രക്ഷകർത്താവ് പറഞ്ഞത്. എന്നാൽ ചിലരുടെ ഇടപെടലിനെയൊക്കെ തുടർന്ന് ഈ രക്ഷകർത്താവ് നയം മാറ്റുന്നു, TC വാങ്ങി മറ്റു സ്കൂളുകളിൽ പഠിപ്പിക്കാമെന്ന് വരുന്നു. ഇപ്പോഴിതാ ഈ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് അനുകൂല വിധി സമ്പാദിക്കാനുള്ള ശ്രമവും നടക്കുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി സമൂഹ മാധ്യമങ്ങളിലും മറ്റും വലിയ പ്രചരണം മുസ്ലിം ലീഗിനെതിരെയും ഒക്കെ നടത്തുന്നുണ്ട്, മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ എതിരെ നടത്തുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ SDPI ആണ് വിഷയം ഉയർത്തിയത് എന്ന് നമുക്കറിയാം. സ്കൂളിൽ കലാപന്തരീക്ഷം സൃഷ്ടിച്ച് സ്കൂളിനെ അടച്ചിടാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് SDPI പ്രവർത്തകരാണ്. ഹിജാബ് വിഷയം ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചത് SDPI പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ SDPIക്ക് അനുകൂലമായ നിലപാടാണ് കോടതി വിധി വന്നിട്ട് പോലും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത്. അതിനുശേഷം കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നും പറഞ്ഞില്ല. അതായത് കോടതി വിധി വന്നുവല്ലോ, അതുകൊണ്ട് തന്നെ ഇക്കാര്യം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം അവർ അതിൽ അഭിപ്രായം പറയാത്തത്. അതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിലെല്ലാം മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഈ പറയുന്ന SDPI പ്രവർത്തകരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും എല്ലാം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം സൈബർ സഖാക്കളും എല്ലാം ചേർന്നുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം കൊഴിപ്പിക്കുകയായിരുന്നു. അതായത് ഹിജാബ് വിഷയം ഒരു ലൈവ് വിഷയമായി അത് അവസാനിക്കരുത്, സ്കൂൾ അധികൃതർ പറയുന്ന യൂണിഫോം ധരിച്ച എന്റെ കുട്ടി സ്കൂളിൽ പൊയ്ക്കോളും എന്ന് മാധ്യമങ്ങളോട് പരസ്യമായിട്ടാണ് രക്ഷകർത്താവ് പറഞ്ഞത്. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ആ രക്ഷകർത്താവിന്റെ മനം മാറ്റുന്നു. ഇപ്പോൾ ഇതാ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് ഒരു നിയമ പോരാട്ടം വരെ സ്കൂളിനെതിരെ നടത്തും എന്ന നിലയിൽ എത്തി നിൽക്കുന്നു. പക്ഷെ അപ്പോഴും മിണ്ടാത്തത് കൊണ്ട്
ലക്ഷ്യമിട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ ഒരു വലിയ സൈബർ അറ്റാക്ക് കഴിഞ്ഞ ദിവസം നടക്കുന്നു. ഈ സൈബർ അറ്റാക്ക് നടത്തിയത് കേരളത്തിലെ മതമൗലികവാദ സംഘടനകൾ, ചില SDPI പോലെയുള്ള മതമൗലികവാദ സംഘടനകളും സൈബർ സഖാക്കളിലെ ഒരു വിഭാഗവുമാണ് എന്ന് കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാകും. മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കും എന്ന് പറഞ്ഞു നടക്കുന്ന മുസ്ലിം ലീഗുകാർ എവിടെയാണ്? ഒരു കുട്ടിയെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കാതെ ഇവിടെ ഫാസിസം കാട്ടിയ സ്കൂളിനെതിരെ നിങ്ങളൊന്നും പറയുന്നില്ലേ? അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ഇവിടെ നഷ്ടപ്പെട്ടിട്ടും മുസ്ലിം ലീഗിനൊന്നും പറയാനില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളമായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ. സത്യത്തിൽ ഈ സമൂഹ മാധ്യമ പ്രചരണങ്ങളിൽ മുസ്ലിം ലീഗ് ഇന്ന് വീണു എന്ന് തന്നെ പറയണം. ഇന്ന് രാവിലെ പത്രസമ്മേളനം വിളിച്ച് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ഇതൊരു നിയമത്തിന്റെ കണ്ണിൽ കൂടി മാത്രം കാണാവുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് സ്കൂൾ അധികൃതർ വല്ലാത്ത അസഹിഷ്ണുതയാണ് ആ കുഞ്ഞിനോട് കാട്ടിയത്. ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്കൂളിനെതിരെ UDF-ഉം, നേരത്തെ തന്നെ മന്ത്രിയും LDF-ഉം സ്കൂളിനെതിരെ തിരിഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ UDF-ഉം മുസ്ലിം ലീഗും സ്കൂളിനെതിരെ തിരിയുകയാണ്. അതായത് മതമൗലികവാദ സംഘടനകൾക്ക് LDF-ഇന്റെയും അതുപോലെ തന്നെ UDF-ഇന്റെയും മുസ്ലിം ലീഗിന്റെയും എല്ലാം പിന്തുണ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. എന്തായാലും പൊതുസമൂഹത്തിന്റെ പിന്തുണ സ്കൂൾ അധികൃതർക്ക് ഒപ്പമാണ്. സ്കൂളിൽ മതചിഹ്നം അനുവദിക്കില്ല എന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ മതേതര നിലപാട്. എന്നാൽ നമ്മുടെ മതേതര രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി മാത്രം ചില ആനുകൂല്യങ്ങൾ അനുവദിക്കണം എന്ന രൂപത്തിൽ വിദ്യാഭ്യാസ മേഖലകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ നാടിന്റെ ഒരു ഗതികേട്. പാകിസ്ഥാനിൽ പോലും ഉണ്ടാകില്ല ഇത്രയും കലുഷിതമായിട്ടൊരു സാഹചര്യം. പാകിസ്ഥാനിൽ നിന്നൊക്കെയുള്ള വ്ലോഗുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അഫ്ഗാനിൽ കുറച്ച് തീക്ഷ്ണമാണ്, ഇറാനിൽ അതിനേക്കാൾ തീവ്രമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിച്ചത് ശരിക്കു പറഞ്ഞാൽ മോങ്ങാനിരിക്കുന്ന നായുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്നത് പോലെ ഒരു സാഹചര്യം വീണ് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന SDPI-ക്കാർക്ക് വീണ് കിട്ടി. പിന്നീട് മറ്റാരും അത് വല്ലാതെ ചർച്ച ചെയ്യാതെ വിട്ടുകളഞ്ഞ സാഹചര്യത്തില് ഇവർ മുസ്ലിം ലീഗിനെയും പിടിച്ചിതിനകത്തിട്ടു. പിന്നെ കോൺഗ്രസ്സുകാർ ഇവരുടെ കൂടെ തന്നെയാണ്. ഹൈബീഡനും മറ്റുമൊക്കെ ഈ വിഷയത്തിനകത്ത് ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ടല്ലോ. അപ്പോ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന് എത്തിച്ചതിന് പിന്നിൽ ഇവര് തന്നെയാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ടുന്ന, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, നമ്മൾ പ്രതികരിക്കേണ്ടുന്ന നൂറുകണക്കിന് വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് അതൊന്നും ഇവിടെ ആർക്കും പ്രശ്നമേ അല്ല. ഇപ്പോ ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഖുർആനും ഹദീസുമാണ്. ആ ഖുർആൻ ഒരിക്കലും ഈ ഹിജാബിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് പറയട്ടെ. ഇങ്ങനത്തെ അപ്പിക്കുപ്പായത്തെ കുറിച്ച് ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ എന്നിവര് പറയട്ടെ. പ്രവാചകന്റെ ഭാര്യമാര് അപ്പിയിടാൻ പോകുമ്പോൾ അവര് ആളറിയാതിരിക്കാൻ ധരിച്ചിരുന്ന വേഷമാണിത്. ഒരു പക്ഷേ ഒരു കക്കൂസ് ഉണ്ടാക്കി വെച്ച വിനയാണിതെല്ലാം. അന്നത്തെ കാലത്ത് പ്രവാചകന്റെ കയ്യില് കക്കൂസ് വയ്ക്കാനുള്ള പണമോ അതിനുള്ള ബുദ്ധിയോ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഹിജാബ് വിഷയം നാമമാത്രമായിട്ട് പോലും ആരും കേൾക്കുമായിരുന്നില്ല. അപ്പോ ഖുർആനോ ഹദീസോ ഇസ്ലാമിലെ ഇതര ഗ്രന്ഥങ്ങളോ ഇസ്ലാമിക പ്രമാണങ്ങളൊന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത, പറഞ്ഞിട്ടില്ലാത്ത ഒരു മതവേഷം ഇതെങ്ങനെയാണ് മതത്തിന്റെ ഇതിലേക്ക് വച്ച് ചാർത്തപ്പെട്ടത് എന്നറിയില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ഇവരാദ്യം വന്ന് പറയും സംഘികളാണ്. എന്ത് എളുപ്പമാണല്ലേ. എന്തായിരുന്നാലും ഈ വിഷയത്തെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനെ പോലെയുള്ള രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ആളുകൾ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയതാണ്. ഹിജാബ് ധരിക്കാതെ സ്കൂളിലെ പ്രതി ആ ഉത്തരവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സ്റ്റേ ചെയ്യാൻ വിസമ്മതിക്കും. അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയില്ല. ആ ഉത്തരവാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. എന്ത് കാലത്ത് കൂടെ നമുക്കറിയില്ല. എന്തിനാണ് മാനേജ്മെന്റ് ചാടി പിടിച്ച് രണ്ടാമതൊരു റിട്ടുകാർജിയുമായിട്ട് പോയെന്ന് അറിയില്ല. മാത്രമല്ല രക്ഷകർത്താവ് കുട്ടി ആ സ്കൂളിൽ നിന്ന് മാറ്റുകയാണ് എന്നൊക്കെ. ഇത് എന്താ രക്ഷകർത്താവ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റാനും തീരുമാനിക്കുന്നു. അപ്പൊ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അവരുടെ ലക്ഷ്യം അവർ നിറവേറ്റി. 13 വയസ്സുള്ള കുട്ടിയെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു അംഗം നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സാമുദായിക ധ്രുവീകരണം കൂടി രൂക്ഷമാക്കി എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് പാലക്കാട് അറിവുള്ളതാണ്. കഴിഞ്ഞ ഒരു 5 വർഷത്തിലധികമായിട്ട് 5-6 വർഷമായിട്ട് കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പരസ്പരം അവിശ്വാസവും സംശയവും ഭയവും വർദ്ധിച്ചു വരികയാണ്.
അതിന് പല കാര്യങ്ങളും പല സാഹചര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായിട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. ഏതാണ്ട് 5 വർഷം മുമ്പ് ഒരു പൊതുമാധ്യമത്തിൽ വന്ന് ഇത് ആദ്യം പറഞ്ഞു ഞാൻ കണ്ടോ? അന്ന് ഒരുപാട് പേരെ എന്നെ കുറ്റപ്പെടുത്തി. ഈ നാട്ടിൽ ആ സമുദായ സ്പർദ്ധ അഡ്വക്കേറ്റ് ജയശങ്കർ സർ വർഷങ്ങളായിട്ട് ഞാനും ഇതേ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടാക്കാനായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ശ്രമിക്കുന്നു. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ആളുകൾക്ക് കാര്യം മനസ്സിലായി. ഈ ക്രിസ്ത്യൻ വോട്ടർമാർ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയവൻ ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച സമയത്തും ഞാൻ ഇതേ വിഷയം തന്നെ പറഞ്ഞിരുന്നു. നൂപുർ ശർമ്മയെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ കനയ്യലാലിന്റെ തലയെടുത്ത സമയത്തും ഞാൻ ഇതേ വിഷയം തന്നെ പറഞ്ഞിരുന്നു. കാരണം ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയായിരിക്കും. എങ്ങനെയാണ് UDF കോൺഗ്രസിൽ നിന്നും ആകുന്നത്? എന്തുകൊണ്ടാണ് ജോസ് കെ മാണിയുടെ പാർട്ടി UDF വിട്ടു പോയതൊക്കെ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കും മുനീറും വരെ പോയി. അവര് ഉടനെ വരാപ്പുഴ ആർച്ച് ബിഷപ്പിന്റെ അരമനയിലും അതുപോലെ എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പിന്റെ അരമനയിലൊക്കെ ചെന്നു. പിതാക്കന്മാർ അവരെ സ്വീകരിച്ചു, ചായ കൊടുത്തു, അണ്ടിപ്പൈപ്പ് തിന്നാൻ കൊടുത്തു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ റിസൾട്ട് തന്നെ ആവർത്തിച്ചു. അപ്പൊ ഇതിലെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ക്രിസ്ത്യൻ സമുദായത്തിന് മുസ്ലിങ്ങളുടെ നീതിബോധത്തിലുള്ള വിശ്വാസം എന്നതാണ്. ഇത് കേവലം ശിരോവസ്ത്രത്തിന്റെ പ്രശ്നമല്ല. ഇപ്പൊ ഹാഗിയ സോഫിയ മുതൽക്ക് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 80-20 അനുപാതത്തിലുള്ള സ്കോളർഷിപ്പ്, അതല്ലെങ്കിൽ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിവാദം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ലവ് ജിഹാദിനെ കുറിച്ചുള്ള ആശങ്ക, ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങളിൽ ഇവർ തമ്മിലുള്ള ബന്ധം ശിഥിലമായി. അതിന്റെ പുറത്തേക്കാണ് ഇങ്ങനെയുള്ള ഇവരുടെ ഈ അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടുകളെ സംബന്ധിച്ച് എത്രയോ വർഷങ്ങളായി നമ്മൾ ഇങ്ങനെ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഇനിയും നമ്മുടെ നാട് അനുഭവിക്കാൻ പോകുന്ന പ്രശ്നമെന്ന്. അതേപോലെ തന്നെയാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയം വന്ന സമയത്തും നമ്മൾ ഇത് തന്നെ പറഞ്ഞു, ശക്തമായ രൂപത്തിൽ പറഞ്ഞു. ഇസ്രായേലിന് ഈ രാജ്യം പിന്തുണ അറിയിച്ചപ്പോൾ ഞങ്ങൾ ഹമാസിനോടൊപ്പമാണെന്ന് പറഞ്ഞ് ആ പിന്തുണ അറിയിക്കാൻ വേണ്ടി ലോക കൊള്ളക്കാരനും കൊലപാതകിയും തീവ്രവാദിയും ഭീകരനുമായിട്ടുള്ള ഹമാസിന്റെ നേതാവായ ഖാലിദ് മിഷേലിനെ കേരളത്തിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്ന് ഒരു പ്രഭാഷണം നടത്തിക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമത്തെ ചെറുത്ത് നിന്ന സമയത്തും നമ്മൾ ഇത് തന്നെ പറഞ്ഞിരുന്നു. ഇത് നമ്മുടെ കേരളത്തിന്റെ പോക്ക് വളരെ മോശമായ അവസ്ഥയിലേക്കാണ്. ഈ കേരളം ഇവരൊരു താലിബാനാക്കാനും അഫ്ഗാനാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആദ്യ പടികളാണിത് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഇത് പറയുമ്പോൾ നമ്മൾ വർഗീയവാദിയായി മാറുക ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്നത് ഒരുപാട് ആളുകൾക്ക് മനസ്സിലാക്കിയായിട്ടുണ്ട് എന്നത് വല്ലാത്ത സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരാൾ പറഞ്ഞപ്പോ അയ്യോ നമ്മൾ വർഗീയവാദിയാണ്. ഇവിടെ ഹമാസിനെ സൃഷ്ടിച്ചെടുക്കാൻ, ഖാലിദ് മിഷേലിനെ പോലെയുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി വരുന്ന തലമുറയ്ക്കുകൂടി വിത്ത് വാരി പകുത്തു കൊടുത്ത ഒരു വിഭാഗം ആളുകൾ. അപ്പോ ഇവര് ആരുടെ മുമ്പിലാണ് നമ്മുടെ നാടിന്റെ മതേതരത്വത്തെ അടിയറവ് വെക്കുന്നത് എന്ന് നോക്ക്. നമ്മുടെ ഫക്രുദ്ദീൻ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വലിയൊരു അപകടം എനിക്ക് വരാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നത് വെച്ചാൽ UDF ഇത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം UDFന്റെ ഏറ്റവും വലിയ സ്വാധീന ശക്തി എന്ന് പറയുന്നത് മുസ്ലിംസും ക്രിസ്ത്യൻസും ആണ്. അപ്പോൾ ഇതിൽ ആ സെൻട്രൽ ഗവൺമെന്റിലാണ് അവരുടെ ഏറ്റവും പ്രധാന UDFന്റെ പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം. അവിടെ ഈ ക്രിസ്ത്യൻസ് അകന്നു മാറി കഴിഞ്ഞാൽ സ്വാഭാവിക UDFന്റെ കാര്യം പോക്കാം. UDFന്റെ കാര്യം പോക്കായി കഴിഞ്ഞാൽ UDF പ്രതിപക്ഷത്തിരിക്കും. ആ സ്ഥലത്തേക്ക് എന്ത് സംഭവിക്കും? ഇവിടെ പ്രതിപക്ഷ കക്ഷി വേണം BJP കയറി വരും. BJPക്ക് ഏതായാലും മുസ്ലിങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് മുസ്ലിങ്ങൾക്ക് BJP അംഗീകരിക്കാൻ പാടില്ല. എന്നെ പോലുള്ള ചില ആളുകൾക്ക് BJPനോട് എതിർപ്പില്ലാന്നേ ഉള്ളൂ, മറ്റുള്ളവർക്ക് എതിർപ്പുണ്ട്. അപ്പൊ അതൊരു പ്രോബ്ലം ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? പിന്നുള്ളത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഇപ്പത്തുനിന്ന് പോയി. പിന്നുള്ളത് CPM ആണ്. CPMന് എല്ലായ്പ്പോഴും ഈ പറയുന്ന മൈനോറിറ്റീസ് പറഞ്ഞ ആടാനൊന്നും നിൽക്കില്ല. കാരണം ഒന്നവരുടെ വോട്ട് ബാങ്ക് ശ്രദ്ധിക്കണം. അവരുടെ പൊളിറ്റിക്സ് ആ ഒരു പൊളിറ്റിക്സ് ആണ്. അവസാനം എന്ത് സംഭവിക്കും? ഗവൺമെന്റ് ആളുകൾ മൊത്തം പൊളിറ്റിക്കലി അനാഥരായി മാറി ഇവരുടെ ചാക്കിൽ വന്ന് കയറുകയാണ്. അങ്ങനെ ഇതുവരെ കേരളത്തിലെ മുസ്ലിംസ് ലോകത്തെ ഏതൊരു പ്രദേശത്തെ മുസ്ലിങ്ങളെക്കാട്ടും നന്നായി ജീവിച്ചിരുന്ന ആളുകളാണ്. ഇവിടെ ഹിന്ദു രാജാക്കന്മാരുടെ അണ്ടറിലാണെങ്കിലും ബ്രിട്ടീഷുകാരുടെ അണ്ടറിലാണെങ്കിലും നന്നായി ജീവിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെ നമ്മളെ ഗ്രാൻഡ് ഇസ്ലാമിക് പീഡിപ്പിക്കപ്പെടുന്ന നെഗറ്റീവിലേക്ക് കൂട്ടിച്ചേർത്ത് ഈ പിള്ളേരെ ഇതൊക്കെ പഠിപ്പിച്ചു വിട്ടിട്ട് അവസാനം ഇവിടെ ഒരു ഹമാസ് ഉണ്ടാക്കാനുള്ള പദ്ധതിയാണത്. നിങ്ങൾ ചെറിയ പദ്ധതി ഒന്നുമല്ല. അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ കുട്ടി 4 മാസം അവിടെ പോയി അന്നവും പ്രശ്നമില്ല. ഈ സ്കൂളിന്റെ മെനു ബൈലോയിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ പറഞ്ഞ മത ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ എന്തിനാണ് അവിടെ ചേർക്കുന്നത്? വേറെ ഒരുപാട് സ്കൂളുകളില്ലേ ഇതൊക്കെ അംഗീകരിക്കുന്ന സ്കൂൾ, അവിടെ വിട്ടാ പോരെ?
മനഃപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി വന്നതാ. അപ്പോ ഇങ്ങനെ വരുമ്പോ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ഈ നാട്ടിൽ എന്ന് ആളുകൾ തിരിച്ചറിയും. അതല്ലെങ്കിലും നമ്മുടെ കേരളം കേന്ദ്രഭരണ പ്രദേശമായി മാറുന്നതിന്റെ ഒരുപാട് അലയൊലികൾ ഈ കേരളം കണ്ടു കഴിഞ്ഞതാണ്. ഇനിയും അതേ സാഹചര്യം തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത്. കാരണം കേരളത്തിന്റെ ഭരണം ഇനി മുന്നോട്ട് പോയാൽ ഹമാസിന്റെ നേതാവ് ഇന്ന് പിണറായി വിജയൻ ഇരിക്കുന്ന ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാൽ പോലും അത്ഭുതമില്ല. കാരണം കേരളത്തിലുണ്ട് ഹമാസോളികള്. അവന്മാരു വന്ന് ഈ നാട് ഭരിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് ഇവർ കൊണ്ടുവന്നെത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനസ്സിലാക്കി എന്ന വണ്ണം നരേന്ദ്രമോദി ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് പോകും. ഒരു സംശയമില്ല. സുഹൈലെ, നിന്റെ തന്ത ചെല്ല. അപ്പോ ഇവര് ഹമാസിനു വേണ്ടി തിളച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ഇവര് പറയുന്നു ഞങ്ങൾ ഗാസയ്ക്കു വേണ്ടിയാണ് എന്ന്. അല്ല, ഇവര് ഹമാസിനു വേണ്ടി, നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷവും മതേതരത്വവും തകർക്കുന്നതിനു വേണ്ടി മതതീവ്രവാദ സംഘടനകളുടെ ഫണ്ട് വാങ്ങി, വിദേശികളിൽ നിന്ന് ഫണ്ട് വാങ്ങി തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിനെ തകർത്തൊടുക്കി കയ്യിൽ കൊടുക്കാമെന്ന് കരാറെടുത്തിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ തിരിച്ചറിയലാണ് നമ്മുടെ ലക്ഷ്യം. അതായത് മുസ്ലിം വികാരം എന്ന് പറഞ്ഞാല് വളരെ പെട്ടെന്ന് വികാരപ്പെടുന്ന ഒന്നാണ്. അയ്യോ, ഒരു പ്രത്യേകതരം മാനവികതയുമാണ്, ഒരു പ്രത്യേകതരം മനുഷ്യാവകാശങ്ങളുമാണ് അവരുടേത്. മറ്റുള്ളവരുടേത് പോലെയല്ല. അതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് അവരുടെ മനുഷ്യാവകാശം, അവരുടെ മതവികാരം എല്ലാം. അപ്പൊ മുസ്ലിങ്ങളെ തന്നെ കൊന്നൊടുക്കിയാൽ ആഹാ, കരച്ചിലുകളില്ല, നെഞ്ചിലിടിച്ച് നിലവിളികളില്ല. അവർക്ക് വെള്ളം കൊടുക്കാൻ ഇവിടെ നിന്ന് പൊട്ടുതൊട്ടവളുമാര് പോകുന്നുമില്ല. ഗാസക്കാര് കിടന്ന് കരയുന്നത് കൊണ്ട് ഉരുട്ടിയ ചോറ് ഇറങ്ങാതെ ജന്മദിനം ആഘോഷിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളും ഇവിടെയില്ല. രോദനങ്ങളില്ല. മുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ, അതായത് മുസ്ലിങ്ങൾ കയറി ചൊറിഞ്ഞിട്ട്, ഇപ്പൊ ഇസ്രായേലിനെ ചൊറിഞ്ഞു, ഇസ്രായേലും ഇണ്ടാതിരിക്കുമോ? അപ്പോ ഒരു പ്രത്യേകതരം മാനവികത, കൊല്ലുന്നവന്റെയും കൊല്ലപ്പെടുന്നവന്റെയും മതവും ജാതിയും രാഷ്ട്രീയവും നോക്കിയിട്ട് ഒരു പ്രത്യേകതരം മാനവികതയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ചില പൊളിറ്റിക്കൽ അജണ്ടകളുണ്ട്. അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ എന്ത് സമീപനമാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എപ്പോഴും കേന്ദ്ര ഭരണത്തോട്, പ്രത്യേകിച്ച് BJP ആണല്ലോ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്, അപ്പോ അതിനോട് വിരുദ്ധമായിട്ട്, നമ്മുടെ നാട് തകർന്നാലും സാരമില്ല, ഒരു BJP വിരുദ്ധരാകണം. സംഘി വിരുദ്ധത, നമ്മുടെ രാജ്യത്തിന്റെ വിരുദ്ധത വച്ച് പുലർത്തുന്ന ആളുകളുടെ ഉള്ളിലുള്ള ഒരു സംഘി ഫോബിക്. അപ്പോ ഈ സംഘികൾ ഇസ്രായേൽ സപ്പോർട്ടർമാരാണ് എന്ന ഒരു പൊതുബോധം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ഇവർ തന്ത്രപൂർവം ശ്രമിക്കുന്നുണ്ട്. അതൊരു പരിധിവരെ സോഷ്യൽ മീഡിയയിലൂടെ വിജയിച്ചിട്ടുണ്ട്. അതായത് എന്താണോ സംഘികൾ ചെയ്യുന്നത്, പ്രവാചകൻ പറഞ്ഞു ജൂതന്മാർ എന്താണോ ചെയ്യുന്നത് നമ്മൾ നേരെ തിരിച്ചു ചെയ്യണമെന്ന് പറയുന്നത് പോലെ സംഘികൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ എതിർപക്ഷത്താകണം നമ്മളെന്ന്. അങ്ങനെ സംഘികൾ പലസ്തീനുകളെ പിന്തുണച്ചാൽ നമ്മൾ ഇസ്രായേൽ സപ്പോർട്ടർമാരായി മാറണം. ലോകത്തിലെ ഏതേതു വിഷയമായിരുന്നാലും ശരി, നമ്മളായിട്ട് സംഘികളുടെ വളർച്ചയ്ക്ക് നിദാനമാകരുത്. ഒരു പൊളിറ്റിക്കൽ പൊതുബോധമുണ്ട് ഇവർക്ക്. ഗാസയെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നിങ്ങൾ നോക്ക്. പാശ്ചാത്യ രാജ്യങ്ങളില്, ഇസ്രായേലിന്റെ ഉള്ളിലും ഒക്കെ ഇത്തരം ആളുകളുണ്ട്, ഇല്ലെന്നല്ല. അപ്പോ ഇവർക്ക് ഒരു സെക്യുലർ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അവരതിനെ ലിബറൽ പൊളിറ്റിക്സ് എന്നൊക്കെയാണ് പറയുന്നത്. ശരി, അവരാണ് ഗാസയ്ക്ക് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകൾ. ഹമാസ് ഒക്കെ, ഇപ്പം ഗാസക്കാര് പോലും ഹമാസിനെ തള്ളി പറഞ്ഞ ഒരു വിഷയം നമുക്കറിയുന്നതാണ്. അപ്പോ ഇവര് എങ്ങനെയാണോ നമുക്ക് ട്രെൻഡിങ്ങിൽ എത്തി നിൽക്കാൻ പറ്റുന്നത്, മാധ്യമങ്ങളിൽ ആകാൻ പറ്റുന്നത്, ഗാസയ്ക്ക് വേണ്ടി ഒന്ന് കരഞ്ഞാൽ വൈറലാകുമോ? ഗാസയ്ക്ക് വേണ്ടി 2 വട്ടം കരയാം. ഹമാസിനെ സപ്പോർട്ട് ചെയ്താൽ വൈറലാകുമോ? 200 വട്ടം റെഡിയാ. അങ്ങനെ
ഒരു വല്ലാത്ത ഒരു ലിബറൽ പൊളിറ്റിക്സ് എന്നല്ല, നമ്മുടെ രാജ്യ വിരുദ്ധമായിട്ടൊരു വികാരം ഇവിടെ വളർന്നു വരുന്നു. ആ രാജ്യവിരുദ്ധ വികാരത്തെയാണ് നമ്മൾ തടയിടേണ്ടത്, നമ്മൾ മനസ്സിലാക്കി പ്രതികരിക്കേണ്ടത്. ഈ രാജ്യം എന്ത് തീരുമാനമെടുത്താലും ശരി, നമ്മൾ അതിനെ പ്രതികൂലമായിട്ടേ നിൽക്കൂ എന്ന രൂപത്തിൽ. ഇപ്പോ ഇസ്രായേലും ഇന്ത്യയും എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. പിന്നെ എന്തിനാണ് ഒരു കാര്യവും ഇല്ലാതെ ഇസ്രായേലിലേക്ക് എരിച്ചുറിഞ്ഞ ഹമാസിന് പണികിട്ടുമ്പോൾ ഗാസയ്ക്ക് വേണ്ടി മുങ്ങുന്നു എന്ന വ്യാജേന ഹമാസിനെ വളർത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. ഈ യാഥാർത്ഥ്യം നമുക്കറിയാം. വളരെ വ്യക്തമായിട്ട് ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം മനസാക്ഷി വഞ്ചിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ആ മനസാക്ഷിയെ വഞ്ചിച്ചു മുമ്പോട്ട് പോകുന്ന കപട രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല. അപ്പൊ ഇവിടെ എതിർഭാഗത്തു വരുന്നത് ആരാണ്? ഇപ്പൊ നോക്ക്, ഇസ്രായേൽ പലസ്തീൻ വിഷയം പോലെ തന്നെ ഇവിടെ എതിരെ വന്നത് ഒരു മാനേജ്മെന്റ് സ്ഥാപനമാണ്. ഇവരെ നോക്കിയപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്ഥാപനമാണ്. അവര് കന്യാസ്ത്രീ വേഷം ധരിച്ചിട്ടുണ്ട്. കത്തിച്ചു വിടാം. MES ഫസൽ ഗഫൂറിന്റെ MESല് ഈ അപ്പിക്കുപ്പായം പറ്റില്ല എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ടല്ലേ ഫസൽ ഗഫൂർ വന്നിട്ട് അപ്പിക്കുപ്പായത്തിനെതിരെ സംസാരിച്ചത്? ഫാത്തിമ തഹ്ലിയെയൊക്കെ വലിച്ച് കീറിയില്ലേ ഫസൽ ഗഫൂർ? ഇവരൊക്കെ ആരാ? ഇവരൊക്കെ തട്ടം ഇട്ടിട്ടാ? ഇവരൊക്കെ മുഖം മറച്ചിട്ടാണോ മുഖം മറയ്ക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വലിച്ച് കീറിയില്ലേ ഫസൽ ഗഫൂർ? എന്നിട്ട് എന്തേ ഇവിടെ ആരും വാർത്തയാക്കാത്തത്? എന്തേ അവർക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കാത്തത്? എന്തേ SDPIക്കാർ MESലേക്ക് ഇരച്ചു കയറാത്തത്? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നടക്കില്ല അല്ലെ? അതാണ്, അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അതായത് അപ്പോ അവിടെ നോക്കുമ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്നത് തട്ടത്തിനു വേണ്ടി വാദിക്കുന്ന കുറച്ച് കുട്ടികൾ, മുഖം മറയ്ക്കണം എന്ന് വാദിക്കുന്ന കുറച്ച് മുസ്ലിം കുട്ടികളും അവരുടെ പേരൻസും. അപ്പുറത്തെ ഭാഗത്തോ അതേപോലെ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ. ഫസൽ ഗഫൂർ മുസ്ലിമാണ്, MESന്റെ അതോറിറ്റി മുസ്ലിമാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾക്കൊന്നും ഇടപെടണ്ട, SDPIക്കാർക്ക് വിഷയം കത്തിച്ചു വിടണ്ട, മുസ്ലിം ലീഗുകാർക്ക് പത്രസമ്മേളനം നടത്തണ്ട, വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രമേയം പാസ്സാക്കണ്ട, നിലപാടുകൾ ആർക്കും പറയണ്ട, നടപടികളില്ല, പ്രതികരണങ്ങളില്ല, വിമർശനങ്ങളില്ല, കുട്ടിയുടെ ഭാവി ജീവിതത്തിനു വേണ്ടി അയ്യോ ഒന്നുമില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ. എതിർഭാഗത്ത് ആരാണ് വരുന്നത് എന്ന് നോക്കിയിട്ടാണ് ഇവരുടെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള നടപടിക്രമങ്ങൾ. ഇപ്പൊ ഇസ്രായേലിനറിയാം പിടിച്ചു നിൽക്കാൻ. ഇസ്രായേലിനെതിരെ എല്ലാ മുസ്ലിം ലോക രാജ്യങ്ങളും ഒന്നിച്ചാൽ പോലും അവരെ ചൂണ്ട് വിരലിൽ നിർത്താനുള്ള നേതൃപാടവമുള്ളവരാണ് ഇസ്രായേലിയർ. അതേപോലെ ഇന്ന് ക്രിസ്ത്യാനികളും വളർന്നിരിക്കുന്നു. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലമല്ല ഇത് എന്നവര് തെളിയിച്ചു. ആന്റണി തറേക്കടവിലിന്റെ ഹലാൽ വിഷയം വന്ന സമയത്തൊക്കെ അവര് തെളിയിച്ചു. ഇനിയും നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള ഒരട്ടഹാസങ്ങളും ഇവിടെ നടപ്പില്ല. ക്രിസ്ത്യാനികളെ ഇനിയും നിങ്ങൾ ഒറ്റ തിരിഞ്ഞ് കൂട്ടമായി വേട്ടയാടാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിട്ടു തരില്ല എന്ന് കൃത്യമായിട്ട് ഇപ്പോഴിതാ തെളിയിച്ചിരിക്കുന്നത്. അതുപോലെ ജോൺസൺ അച്ഛന്റെ വിഷയം വന്ന സമയത്ത് ഇവര് പാലാ ബിഷപ്പിന്റെ കൈവെട്ടണം, തലയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അട്ടഹസിച്ചു വരുമ്പോൾ സാധാരണഗതിയിൽ ക്രിസ്ത്യാനികള് അവര് ഒതുങ്ങിപ്പോകാറായിരുന്നു പതിവ്. പക്ഷേ ഇനിയും നമ്മൾ ഒതുങ്ങി കുറച്ചുകൂടി ഒതുങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കോ അതല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലേക്കോ ചാടി ചാവാനേ പറ്റൂ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് പ്രതികരിക്കണം എന്നവർ ഉറച്ചതുകൊണ്ടാണ് ഇന്നവര് ശക്തമായി ഇത്തരം വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത്. ഇസ്രായേലിനോട് കളിച്ചാൽ ഇസ്രായേലിനറിയാം. ആ ഇസ്രായേല് ലോകത്തെ പഠിപ്പിച്ച വലിയ ഒരു പാഠമാണ്, നമ്മളെ കൊല്ലാൻ ഒരാൾ വന്നാൽ കൊല്ലപ്പെടാതിരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന യാഥാർത്ഥ്യം. നമ്മളെ ഇല്ലാതാക്കാൻ, നമ്മുടെ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിക്കാൻ, നമ്മളെ സമൂഹത്തിൽ പ്രശ്നക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇവർ ശ്രമിക്കുമ്പോൾ പിടിച്ചു നിൽക്കേണ്ടതും പ്രതികരിക്കേണ്ടതും നമ്മളുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് ഇസ്രായേൽ എന്ന രാജ്യം പിച്ചവച്ചു തുടങ്ങിയ ഉടനെ തന്നെ ഇസ്രായേലുമായി 6ഓളം അറബ് രാജ്യങ്ങൾ യുദ്ധം ചെയ്തു.
ചൂണ്ട് വിരലിൽ നിർത്താൻ കഴിഞ്ഞില്ലേ? 6 7 ദിവസം മാത്രം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഒടുവിൽ എല്ലാ അറബ് രാജ്യങ്ങളും മൂക്കുകൊണ്ട് ഇഞ്ഞ വരച്ചു പരാജയപ്പെട്ടു മാറി നിൽക്കേണ്ടി. അതവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നു. അവസാന ശ്രമം എന്ന രൂപത്തിൽ അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതായിരുന്നു. ഇപ്പൊ തന്നെ ഇസ്രായേലിനോട് കളിച്ച ജിഹാദിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കോ. 1988 ഏപ്രിൽ 16 സമയം പാതിരാത്രി കഴിഞ്ഞ സമയം ടുണീഷ്യയുടെ തലസ്ഥാനമായ ട്യൂണിസിലെ ഒരു ചെറിയ വീട്. ആ വീട്ടിലെ കുടുംബനാഥൻ വിശ്രമിക്കുകയാണ്. ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് ശേഷമുള്ള വിശ്രമം. അപ്പോൾ വീടിന് വെളിയിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി കിടക്കുന്ന കാറിനരികിലേക്ക് ഒരു സ്ത്രീയും പുരുഷനും നടന്നു വരുന്നു. തങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഹോട്ടൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്ന് അവർ ഡ്രൈവറോട് ചോദിക്കുന്നു. ഡ്രൈവർ കൃത്യമായി മറുപടി പറഞ്ഞു കൊടുത്തു. ആ നിമിഷം തന്നെ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പെട്ടി ചോക്ലേറ്റിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്ക് ആ ഡ്രൈവറുടെ നേരെ തീതുപ്പി. അയാൾ കാറിന്റെ സ്റ്റിയറിംഗിലേക്ക് വെടിയേറ്റ് വീണു. ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. ഈ സമയം വീടിന് അകത്തുണ്ടായിരുന്ന കുടുംബനാഥന് പെട്ടെന്ന് ഒരു ആശങ്ക ഉള്ളിൽ നിറഞ്ഞു. അനാവശ്യമായ ചില പദവിന്യാസം കാതിൽ പതിഞ്ഞതുപോലെ. ശത്രുക്കൾ ആരെങ്കിലും തന്നെ കീഴടക്കാൻ വരുന്നുണ്ടോ? അയാൾ പെട്ടെന്ന് തോക്ക് കയ്യിലെടുത്തു. അപ്പോഴേക്കും അയാളുടെ ഭാര്യയും അവിടേക്ക് വന്നു. അയാൾ അവളെ തന്റെ പിന്നിലേക്ക് നീക്കി നിർത്തിയതിനു ശേഷം മാർജാര പാദങ്ങളോടെ കയ്യിൽ തോക്കും പിടിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് വാതിലുകൾ അടർന്നു മാറുന്നതാണ് അയാൾ കണ്ടത്. തകർക്കപ്പെട്ട വാതിലിനപ്പുറം അതാ മുന്നിൽ ചിലർ. അയാൾക്ക് മനസ്സിലായി താൻ ആശങ്കപ്പെട്ടിരുന്നത് സംഭവിക്കുന്നു. തന്റെ ശത്രുക്കൾ തന്നെ തേടി എത്തിയിരിക്കുന്നു. അയാൾ അവർക്ക് നേരെ തോക്ക് ചൂണ്ടി. പക്ഷേ ട്രിഗറിൽ വിരൽ അമർത്തുന്നതിന് മുൻപ് തന്നെ അയാളുടെ നെഞ്ചിലേക്ക് എതിരാളി വെടി ഉതിർത്തു. ഒന്നല്ല രണ്ടല്ല 52 വെടിയുണ്ടകൾ. ദേഹമാസകലം വെടിയേറ്റ് അയാൾ മരിച്ചപ്പോൾ ആദ്യത്തെ നടുക്കത്തിൽ നിന്ന് ഉണർന്ന അയാളുടെ ഭാര്യ, നമ്മുടെ കുടുംബത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇവരിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ തല നീട്ടി കൊടുക്കണോ അതോ മരണം വരെ പൊരുതി നിൽക്കണോ? ഇതൊക്കെ വലിയ സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്, വലിയ ആശയങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതിരോധിക്കാൻ, പിടിച്ചു നിൽക്കാൻ, എതിർക്കാൻ, പ്രതികരിക്കാൻ, അങ്ങനെ പ്രതിരോധിച്ചു മരിക്കുന്നെങ്കിൽ മരിക്കാം. ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ 100% ആ കുടുംബനാഥൻ ബാധ്യസ്ഥനാണ് എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ജനറ്റിക്സ് ആയിരിക്കും പ്രതികരിച്ചത്. നിലവിളികളോടെ ഓടി വന്ന് അയാളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു. അതോടെ വെടിവെപ്പ് നിലച്ചു. അന്ന് അവിടെ കൊല്ലപ്പെട്ടത് ആരായിരുന്നുവെന്നോ? ലോകം മുഴുവൻ അബൂ ജിഹാദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഖലീൽ ഇബ്രാഹിം അൽ വസീർ, പലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ, യാസർ അറാഫത്തിന്റെ ഏറ്റവും വിശ്വസ്ത സഹയാത്രികർ. പലസ്തീനിലെ അവരൊന്നും സാധാരണക്കാരായിരിക്കില്ലല്ലോ, യുദ്ധ പാടവമുള്ളവരായിരിക്കില്ലേ? യുദ്ധത്തിൽ നൈപുണ്യമുള്ളവരായിരിക്കില്ലേ? ഓരോരുത്തരെയും ഏത് രൂപത്തിലാണ് കുടുംബത്തോടെ തീർക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരായിരുന്നു. പക്ഷേ എന്നിട്ടും ഇവരോട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം അവര് അവരുടെ മതത്തിന് വേണ്ടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ ഇവർ നിലനിൽപ്പിന് വേണ്ടിയാണ് തിരിച്ചു കൊല്ലുന്നത്. നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? 6-ാം നൂറ്റാണ്ടിന്റെ ഒരു മതം വളർത്തുന്നതിനു വേണ്ടി ഇവര് ശ്രമിക്കുമ്പോൾ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? ഒരു വിഭാഗം ആളുകൾ ലോകം മുഴുവനും ഇസ്ലാം എന്ന മതത്തെ വളർത്തുന്നതിനു വേണ്ടി മാത്രമാണ് ഇക്കണ്ട കൊലയും ബലാത്കാരങ്ങളും ഒക്കെ ചെയ്യുന്നതെങ്കിൽ ഇസ്രായേലർ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ, അവർക്ക് ജീവിക്കാൻ വേണ്ടിയാ, അവർക്കും ഈ ഭൂമുഖത്ത് ജീവിക്കണ്ടേ? എന്നിട്ട് ഇവർക്ക് മാത്രം എവിടെയും എന്താ കൊമ്പും തുമ്പിക്കൈയും എന്നതുകൊണ്ടോ? കിട്ടേണ്ടത് പോലെ തന്നെ കിട്ടേണ്ടുന്ന സമയത്ത് കിട്ടിയാൽ ഇവർ ഒതുങ്ങും. എന്തേ യോഗിയുടെ അടുത്ത് ഇവരുടെ ഒരട്ടഹാസവും നടക്കാത്തത്? ഇവരൊന്ന് ചെന്ന് കേറി കൊടുത്തു നോക്കട്ടെ യോഗിയോട്, നടക്കുവോ? യോഗി ആദിത്യനാഥിനോട് ഇവരുടെ ഒരു തന്ത്രവും നടക്കില്ല. അനധികൃതമായിട്ടാണ് പള്ളികൾ ഉണ്ടാക്കിയതെങ്കിൽ അയ്യോ പള്ളി ഒളിച്ചേക്ക്. അനധികൃതമായിട്ടാണ് വീടുകൾ ഉണ്ടാക്കിയതെങ്കിൽ അവൻ വലിയൊരു ഇസ്ലാമിക സംഘടനയുടെ നേതാവ്, ഒളിച്ചേക്ക്, ബുൾഡോസർ ഇറക്ക്. അവൻ വലിയൊരു സംഘടനയുടെ ആളാ, 2 ബുൾഡോസർ ഇറക്കിക്കോ. ഇങ്ങനെയുള്ള നയമേ ഈ ഷഠന്മാരോട് പറ്റൂ. അതുകൊണ്ടാണ് പണ്ടുള്ളവര് പറഞ്ഞത് ഷഠനോട് ഷാഠ്യമേ പാടുള്ളൂ. അവരോട് നമ്മൾ മതേതര ചിന്താഗതികളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവരോട് അപ്പോൾ നമ്മൾ എടുക്കേണ്ടുന്ന സമീപനം എന്താണോ അത് തന്നെ എടുക്കണം, ഒരു സംശയമില്ല. ഇവർക്ക് പോലും വേണ്ട കേട്ടോ വിദ്യാഭ്യാസം.
ഇവർക്ക് പോലും ഇപ്പോ സക്കരിയ സൊലാഹി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു തന്നില്ലേ നിങ്ങൾക്ക്? അതെ, എന്തിനാ ഇപ്പൊ പഠിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചത്. എന്തിനാ പഠിക്കുന്നത്? എന്നോടൊക്കെ വിദ്യാഭ്യാസം നേടാൻ ആരാ പറഞ്ഞത് എന്നാ ചോദിച്ചത്. അവർക്ക് പോലും വേണ്ടാത്ത ഒരു വിദ്യാഭ്യാസം അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാ പിന്നെ അച്ചായന്റെ സ്കൂളിൽ പോയി പഠിക്കാൻ പോയത്? നിങ്ങളോട് ആരാ പറഞ്ഞത് അച്ചായന്റെ സ്കൂളിൽ പോയിട്ട് പഠിക്കാനെന്ന്? അവിടെ ചെന്നപ്പോ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ നിങ്ങൾക്ക് നിക്കരിക്കാൻ സ്ഥലം കിട്ടത്തില്ല എന്ന്? നിങ്ങൾക്ക് ഉച്ചയും കുത്തി മറിയാൻ സ്ഥലം കിട്ടത്തില്ലെന്നും നിങ്ങൾക്ക് ഈ ഹിജാബ് ഇടാൻ പറ്റത്തില്ല എന്നും അവിടെ അറിയത്തില്ലായിരുന്നോ? പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറിയത് എന്നാ ചോദിച്ചത്. ഇത്തരം ജിഹാദി തീവ്രവാദികളുടെ അച്ചാരം വാങ്ങി ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് താങ്ങായും തണലായും നിൽക്കുന്ന ആളുകളെ കൂടി ആ സ്കൂളിൽ നിന്നും പുറത്താക്കും. മുടി രണ്ടായി പിന്നിടണം, മെടഞ്ഞിടുക നമ്മൾ പറയില്ലേ, ഇതൊക്കെ യൂണിഫോമിന്റെ ഭാഗമാണ്. നമ്മളും പഠിക്കുന്ന കാലഘട്ടത്തിലെ ഇത്തരം നയങ്ങളുണ്ട്, നിലപാടുകളുണ്ട്, റൂൾസുകളുണ്ട്. അപ്പോ ഈ പെൺകുട്ടികൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതാണ്. അതിനു മേലെ ഹിജാബ് ധരിച്ച് പള്ളുരുത്തി സ്കൂളിലെ പെൺകുട്ടി സ്കൂളിൽ വരുന്നു. അതായത് രണ്ട് സൈഡിലും മുടി മെടഞ്ഞിട്ടിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഹിജാബ് ഇട്ടേ പറ്റൂ. മുഖം മറയ്ക്കണം, ഹിജാബ് ഇടണം, ഫുൾക്കൈ ഇടണം, പിന്നീട് നമസ്കരിക്കണം. അപ്പോ 7-ാം തീയതിയാണ് എന്നുകൂടി ഓർക്കണം. എന്നിട്ട് കേരളത്തിലെ തീവ്രവാദ സംഘടനകൾ ഗാസ ദിനമായി ആചരിക്കുന്ന അതേ ദിവസം, ശ്രദ്ധിച്ചോണം, ഇതിന്റെ പിന്നിൽ സംഘടിതമായിട്ടുള്ള കരങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ജൂൺ മാസം മുതൽ ഈ കുട്ടി ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഒക്ടോബർ ഈ 6 മാസവും ഈ കുട്ടിക്ക് വേണ്ട, ഹിജാബ് വേണ്ട. ഈ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിൽ നുഴഞ്ഞു കയറി ഇസ്രായേലിലെ 1400 പേരുടെ ചോരപ്പുഴ ഒഴുക്കി 257 പേരെ പിടിച്ചു ബന്ദികളാക്കി കൊണ്ടുപോയ, കുട്ടികളെ വരെ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു കൊന്നൊടുക്കിയ ഈ വിഭാഗത്തിന് ഗാസ ദിനമായിട്ട് ആചരിക്കണമായിരുന്നു ഒക്ടോബർ 7-ാം തീയതി. കാരണം ചോരപ്പുഴ ഒഴുക്കിയതിന്റെ വാർഷികമാണ് അവരവിടെ ആഘോഷിച്ചത്. അപ്പോ ആ ചോര ദിനം, ചോര വാർഷികം ആഘോഷിച്ച അതേ ദിവസം തന്നെ ഈ കുട്ടി അന്നുവരെ ഇടാത്ത, ഒക്ടോബർ 6-ാം തീയതി വരെ തനിക്ക് വേണ്ടാത്ത മതം ഒക്ടോബർ 7-ാം തീയതി എടുത്തണിയുന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ടോ ഇല്ല? നിങ്ങൾ പറ. അന്ന് മാനേജ്മെന്റ് കുട്ടിയെ ഉപദേശിക്കുന്നു, പേരൻസിനോട് വിളിച്ച് സംസാരിക്കുന്നു. ഈ സ്ഥാപനത്തിൽ ചേരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡയറിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഈ സ്കൂളിൽ ഒരു നിയമമുണ്ട്, ഇവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ട്. അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അടുത്തതായിട്ട് വരുന്നതാരാ? സ്ഥലത്തെ SDPIയുടെ ഭാരവാഹികൾ, വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ട് എന്ന് PTA പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ വന്നിട്ട് എന്താ ചെയ്യുന്നത്? പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഒരു കൂട്ടം ആളുകൾ സ്കൂളിലേക്ക് ഇരച്ച് കയറുന്നു, ലൈവുകൾ എടുത്ത്. അപ്പോൾ പ്രശ്നം പരിഹരിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം? അല്ല. എങ്ങനെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാം, എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എന്നിട്ട് ഇവരെന്താ പറയുന്നത്? ഭീഷണിപ്പെടുത്താം. കന്യാസ്ത്രീയുടെ തലയിലുള്ളത് ശിരോവസ്ത്രമല്ലേ, അതെന്താ അതവർക്ക് മാറ്റിയാല്? അതാ സ്ഥാപനക്കാരാ, ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരാണ്. അവർക്ക് യൂണിഫോം ഇല്ല. ഏത് സ്കൂളിലെ അധ്യാപകർക്ക് യൂണിഫോം നിർബന്ധമാക്കിയിട്ടുള്ളത്? എന്നിട്ട് അവരുടെ വേഷത്തെ അപമാനിച്ച്, അവരെ അപമാനിച്ച് ലൈവ് ചെയ്യുക, വീഡിയോ ചെയ്യുക. ഇവിടുത്തെ പ്രത്യേകതകൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളൂ. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. ഒന്നുകൂടെ മറന്നടാ, ഒന്നുകൂടെ മറന്നടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. വരുന്നുണ്ടടാ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് ഒരു കുട്ടിക്കാലൻ മുദ്രാവാക്യം വിളിച്ച അതേ സ്ഥലം. വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായി? ഇത്രയൊക്കെ തന്നെ മതി ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഇതിന്റെ പിന്നിൽ ആരാണ് എന്നും അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. ആ സ്ഥലമാണിത്. അപ്പോ പശ്ചിമ കൊച്ചിയിലെ പള്ളുരുത്തി പ്രദേശത്തുള്ള ആളുകൾക്ക്
കഴിഞ്ഞ 20 വർഷത്തോളമായി അവിടുത്തെ തീവ്രവാദ സ്വഭാവമുള്ള ഈ ജിഹാദി വിഭാഗങ്ങളെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അവര് സഹവർത്തിത്വത്തോടുകൂടിയാണോ പോകുന്നത്? ആ മുസ്ലിങ്ങളോട് ഏത് സമീപനമാണ് സ്വീകരിക്കുന്നത്? ശരീഅത്ത് നിയമം കൊണ്ടുവരണം എന്ന് പറയുന്ന പ്രമേയങ്ങൾ ഒക്കെ അറിയാം. അപ്പോ 15ഓളം വർഷമായി നമ്മൾ ഇതിനെ സംബന്ധിച്ച് കേൾക്കുന്നു, അറിയുന്നു. ജോസഫ് മാഷിന്റെ വിഷയം നമുക്ക് അറിയുന്നതാണ്. അപ്പൊ സംഘി, ക്രിസംഘി, വർഗീയവാദി, മതം വിട്ടവരെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിഹസിക്കുന്ന വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് ജനങ്ങൾ അറിയരുത് എന്നാണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട. വലിയ ഫീസ് വാങ്ങി കൊച്ചി രൂപതയുടെ സന്യാസിമാരുടെ ഈ മാനേജ്മെന്റ് ആണ് ഈ CBSE വിദ്യാലയം നടത്തുന്നത്. അതിനവർക്ക് അവരുടേതായിട്ടുള്ള റൂൾസും ഉണ്ട്. ഈ സ്കൂളിലെ പ്രവേശന പരീക്ഷയിൽ പരാജയപ്പെട്ട പെൺകുട്ടിയാണിത്. എൻട്രൻസ് നോക്കിയിട്ട് അവിടെ തന്നെ ആ കുട്ടിക്ക് പഠിക്കണമെന്ന് നിർബന്ധം പിടിച്ച് ഭീമമായ ഫീസ് കൊടുത്തിട്ടാണ് അവരവിടെ വന്നത്. അതല്ലാതെ ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ യേശുവിന്റെ നല്ല ചിട്ടകൾ പഠിക്കാനോ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ചിട്ടയിൽ വളരാനോ പഠിക്കാനോ അല്ല. അതും കൂടി മനസ്സിലാക്കണം. അടുത്തുള്ള 2 സ്കൂളുകളിൽ നിന്ന് അടുത്തടുത്ത് TC വാങ്ങി മാറിയിട്ടുള്ള കുട്ടിയാണ്. ആലോചിക്കണം. ഒരു പക്ഷേ സമ്പത്ത് മോഹിച്ചിട്ടായിരിക്കണം ഈ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കൊടുത്തത്, അതല്ലെങ്കിൽ ഈ വിഭാഗത്തെ ഭയന്നിട്ടായിരിക്കണം. അടുപ്പിച്ചടുപ്പിച്ച് 2 തവണ TC വാങ്ങിയ കുട്ടിയുടെ കാരണം അറിയണ്ടേ? സമയമായപ്പോൾ അവർ അവരുടെ അജണ്ടകൾ പുറത്തെടുത്തു, വിഷയമുണ്ടാക്കി, TC വാങ്ങി പോകാൻ തീരുമാനിച്ചു. യൂണിഫോമിനായിട്ട് മാത്രമായിട്ടും മതം വേണ്ട. എന്തിനാ യൂണിഫോമിന് മാത്രമായിട്ടൊരു മതം? മതചിഹ്നങ്ങൾ അണിയാൻ പറ്റില്ല എന്ന് സ്കൂളിന്റെ നിയമാവലിയില് ഡയറിയിൽ തന്നെ ആ സ്കൂളിന്റെ നിയമങ്ങളൊക്കെ ഞങ്ങൾ പാലിച്ചോളാമെന്നുണ്ട്, പാലിക്കണമെന്നുമുണ്ട്. അപ്പൊ നേരത്തെ തന്നെ ഇവര് പറഞ്ഞിട്ടുമുണ്ട് മതവേഷം ഇവിടെ പറ്റില്ല. അപ്പൊ ന്യൂനപക്ഷ സ്കൂളുകളിൽ ഇവർക്ക് പോകാമല്ലോ, മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഇവർക്ക് പോകാമല്ലോ, അവിടെ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് ഇവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ മുസ്ലിം സ്ഥാപനങ്ങളിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോ ഇവര് സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് തന്നെയാണ് ഈ സ്കൂള് തെരഞ്ഞെടുത്തത്. വിഭജനം ഉണ്ടാക്കുക, കലാപകലുഷിതമായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കുക, ഇത് തന്നെയാണ്. എത്രയോ യതീംഖാനകളിൽ മുസ്ലിം കുട്ടികൾ തൊപ്പി ധരിച്ചു വരുന്നില്ലേ? മുസ്ലിം പെൺകുട്ടികൾ പർദ്ദ ധരിച്ചു വരുന്നില്ലേ? അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ലല്ലോ. അപ്പൊ ചിഹ്നങ്ങള് തീവ്രവാദത്തിന്റെ അജണ്ടകളായി മാറുന്നു. ഈ മതവേഷത്തിനു വേണ്ടി തന്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ തീവ്രവാദികളുടെ ടൂളായി മാറുന്നു എന്ന് പൊതുസമൂഹത്തിനു കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഭവമായിട്ട് ഇതിനെ മനസ്സിലാക്കണം. വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ലേ? മുമ്പ് സുംബ വിവാദത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഹൈബി ഈഡൻ, അതുപോലെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇവരൊക്കെ ചേർന്നിട്ട് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. പരാതിക്കാരിയായ കുട്ടിയുടെ പിതാവിന്റെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കുന്നു. മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് ഈ പ്രശ്നം രാഷ്ട്രീയവൽക്കരിച്ചത് എന്ന് മാധ്യമങ്ങൾ പറയുന്നു. SDPI സ്കൂളിൽ നടത്തിയ ബഹളമുണ്ടാക്കലിനെ കുറിച്ച് ഒരു അക്ഷരം പോലും ഒരു മാധ്യമവും മിണ്ടുന്നില്ല. ഹൈബി ഈഡൻ മിണ്ടുന്നില്ല, ഷിയാസ് മിണ്ടുന്നില്ല. അതിനകത്ത് മനസാവാച അറിയാത്ത RSSനെയും BJPയെയും കൊണ്ടുവരുന്നു. മാനേജ്മെന്റ് ഈ വിഷയത്തിൽ അവരുടെ നിലപാട് ശക്തമായി ഉയർത്തിപ്പിടിച്ചു. അവരതിനകത്ത് ഉറച്ചു നിന്നു. ഹിജാബ് വേണ്ട എന്ന നിലപാട് എടുത്താൽ പോലും ഈ പ്രശ്നം താൽക്കാലികമായിട്ട് മാത്രമേ തീരുമായിരുന്നുള്ളൂ. വിജയിക്കേണ്ടവർ വിജയിക്കും. ലെബനനിലെയും അർമേനിയയിലെയും ക്രിസ്ത്യാനികൾക്കും നൈജീരിയയിലെയും ഒക്കെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കുമൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ അതേ പ്രശ്നം ഇവിടെയും സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത്? ഈ മതതീവ്രവാദികൾ നമ്മുടെ നാടും മുട്ടിക്കാതിരിക്കാൻ, നമ്മുടെ നാട് അവര് വിഴുങ്ങാതിരിക്കാൻ. 2026 ഭരണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമുദായത്തിനു വേണ്ടിയാണ് അതുണ്ടാകുന്നത്. നമ്മൾ ഭരണം പിടിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് ലീഗ് നേതാവ് തുറന്നു പറഞ്ഞത്. വെറുതെയല്ല. ഇടതുപക്ഷം ഭരണത്തിലേറിയാൽ ആർക്കാണ് ആനുകൂല്യങ്ങൾ ഉണ്ടാവുക? അതും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി തന്നെയാണ്. അപ്പൊ കുട്ടികൾ മതചിഹ്നങ്ങൾ ധരിച്ച് തന്നെ സ്കൂളിൽ വന്ന് പഠിക്കട്ടെ, പഴയ പ്രാകൃത കാലത്തിലേക്ക് പൊയ്ക്കോട്ടെ എന്നാണ് നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകൾ പറയുന്നതെങ്കിൽ ഇവിടെ നടക്കില്ല എന്നാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ്, ഹിന്ദു മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. മുനമ്പം വിഷയം, ഗാസ വിഷയം, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വഖഫ് വിഷയം, ഇതിലൊക്കെ
ഇവര് ആരോടൊപ്പമായിരുന്നു? NRC-CAA എന്ത് വിഷയമായിരുന്നു? അപ്പൊ ഹിജാബിന്റെ വിഷയത്തിൽ ഇവര് ബലം പിടിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? എതിർഭാഗം ശക്തരായതുകൊണ്ട്. ഇവരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ക്രിസ്ത്യൻ ഹിന്ദു സ്ഥാപനങ്ങൾ, അതിന്റെ മാനേജ്മെന്റുകൾ തയ്യാറാകാത്തത് കൊണ്ട് ഇവര് മൂടും തട്ടിപ്പോയി. നടക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ട്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ തന്നെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. ഇനിയും ഇവരുടെ ഒരു വാദവും നടക്കില്ല. തളർവാദമാണെങ്കിലും ആമവാദമാണെങ്കിലും കോച്ചിപ്പിടിക്കലാണെങ്കിലും ഉളുക്ക്, ചതവ്, ഒടിവ് നടക്കില്ല. കാരണം നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പൽ വന്ന് ആർജവത്തോടുകൂടി കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിർഭയം തുറന്നു പറയുന്നത് നമ്മൾ കേട്ടതാണ്. അവരുടെ ആ വാക്കുകളിലുണ്ട് അവരുടെ നിലപാടുകൾ എന്താണ്. കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് പരിഗണനയ്ക്കെത്തി. സെന്റ് റീത്താസ് CBSE സ്കൂളിന്റെ മാനേജർ നൽകിയ ഒരു കേസാണ്. അത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷന് അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ പിതാവ് നൽകിയ പരാതിയിന്മേൽ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഒരു നോട്ടീസായി അയച്ച ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ കാക്കനാടത്ത് അതിന് എതിരായിട്ടാണ് കോടതിയിൽ ഈ മാനേജ്മെന്റ് കേസ് ഫയൽ ചെയ്തത്. വിഷയം അത് ഈ സ്കൂളിനെ സംബന്ധിച്ച് ഈ ദിവസങ്ങളുണ്ടായ വിവാദങ്ങൾ അതിൽ ഈ ഓഫീസുകൾ എടുത്തത്. വിക്ടർ പോൾ ഉണ്ടല്ലേ, റെനി ഇവനെ അക്ഷരം ഒന്ന് പഠിപ്പിച്ചിട്ട് വിട്ടേരെ. അനസിനെ സ്കൂളിലെ മലയാളം പഠിപ്പിച്ചിരുന്ന സമയത്ത് എന്തോ ഉമ്മയുടെ ബെഡ്റൂം ഒളിഞ്ഞു നോക്കാൻ പോയതായിരിക്കും. മലയാളം വലിയ വശയില്ലെന്ന് തോന്നുന്നു ആളിന്. ഒന്ന് പഠിപ്പിച്ചു വിട്ടേക്ക്. നിലപാട് അവയ്ക്ക് അവ എടുക്കാനുള്ള അധികാരം, തെറ്റായ റിപ്പോർട്ടിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലവിലുള്ള കോടതി മൈനോറിറ്റി സ്റ്റേറ്റസ് ഉള്ള സ്കൂളിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ളത്. ഇതിന്റെ റിപ്പോർട്ടിങ് വളരെ രസകരമായി. അതായത് മീഡിയ വൺ തകർത്താഘോഷിച്ചു, ഏഷ്യാനെറ്റ് സൂപ്പറാക്കി, റിപ്പോർട്ടർ പറയാനില്ല, 24 ഒന്നും പറയാനില്ല. സ്കൂളിന് തിരിച്ചത് ഹിജാബ് ധരിച്ച കുട്ടി എന്നാൽ സ്കൂളിന് തടയാൻ പാടില്ല, ഇങ്ങനെ അതുപോലെ സ്റ്റേ ഇല്ല, ഗവൺമെന്റ് ഉത്തരവിന് സ്റ്റേ ഇല്ല, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. വസ്തുതാപരമായ റിപ്പോർട്ടിംഗ് നടത്തിയത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ന്യൂസ് 18 മാത്രമായി വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അവിടെ ജസ്റ്റിസ് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ ഇടപെടാൻ കഴിയും എന്ന ചോദ്യം. ശരിയാണ്, മാനേജ്മെന്റിന്റെ അഡ്വക്കേറ്റ് ഉപയോഗിച്ച ഭാഷയെ അവിടെ കോടതി തിരുത്തുകയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഓഫീസിന് എങ്ങനെയാണ് CBSE സ്കൂളിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുക എന്ന ചോദ്യമാണ്. അവിടെയാണ് സർക്കാരിന്റെ അഭിഭാഷകന് അതെനിക്ക് പഠിക്കണം എന്ന് ഒരാവശ്യം ഉന്നയിക്കേണ്ടി വന്നു. അങ്ങനെ വരുന്ന വെള്ളിയാഴ്ചത്തേക്ക് കേസ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനില്ല എന്ന് ജസ്റ്റിസ് VJ അരുൺ പറയുകയുണ്ടായി. പക്ഷെ അപ്പോൾ മാനേജ്മെന്റിന്റെ അഭിഭാഷകൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ അത് എഴുതി തരും. അപ്പൊ പറഞ്ഞു, ഇല്ല, വാക്കാലുകളിൽ പറച്ചിൽ ധാരാളമാണ്, ഈ വരുന്ന വെള്ളിയാഴ്ച വരെ ഒരു നടപടികളും എടുക്കാൻ സർക്കാരിന് സാധിക്കുകയില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉത്തരവ് എഴുതി തരേണ്ട ആവശ്യമില്ല. ഇതാണ് അവിടെ നടത്തപ്പെട്ടവര്. ഈ മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? തൽപര കക്ഷികളുടെ വക്താക്കളായി, വക്കാലത്തുകാരായി മാധ്യമങ്ങൾ മാറുന്നു, അതല്ലേ? മാധ്യമങ്ങൾ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇന്ന് രാത്രിയായപ്പോഴാണ് റിപ്പോർട്ടർ ചാനലിന് വെളിവുണ്ടായത്. ഓ, അത് സ്കൂളിനുള്ള തിരിച്ചടിയല്ല. അപ്പൊ നിങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതോ? എന്തുകൊണ്ടാണ് നേരത്തെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ തോന്നിയത്?
പ്രിയപ്പെട്ടവര്, ഇവർ പറയുന്ന റിപ്പോർട്ടിങ് ശരിയാണെങ്കിൽ വരുന്ന തിങ്കളാഴ്ച തന്നെ കുട്ടിക്ക് സ്കൂളിൽ ഹിജാബ് ഇട്ട് വന്ന് അവരുടെ ക്ലാസ്സിലിരുന്ന് അത് പങ്കെടുക്കാവുന്നതാണല്ലോ. നിങ്ങൾ നോക്കിക്കൊള്ളുക അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്ന്. അങ്ങനെയെങ്കിൽ ഈ മാധ്യമങ്ങൾ കള്ളം പറഞ്ഞു എന്ന് പറയേണ്ടി വരില്ലേ? എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ വ്യാജ റിപ്പോർട്ടിംഗ് നടത്തുന്നത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. വിഴുങ്ങി ഇരിക്കുകയാണ്. സത്യമേവ ജയതേ. മാധ്യമങ്ങളൊക്കെ ആർക്കു വേണ്ടിയാണ് വാർത്തകൾ കൊടുക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ സി എ റൌഫും ഫസൽ ഗഫൂറും ഒക്കെ ഇക്കാര്യം വന്ന് പബ്ലിക്കിനോട് പറഞ്ഞതാ. കാരണം നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന പണമാണ് ശരിക്കു പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ എന്ത് പറയണം എന്ന് തീരുമാനിക്കുന്നത്. ഒരു സംശയവും. ഇന്ന് ആ ഒറ്റപ്പെട്ട വിഷയം എറണാകുളത്ത് എത്തിയെങ്കിൽ നാളെ തിരുവനന്തപുരത്തും പാലക്കാട്ടും കാസർഗോഡും കണ്ണൂരും മലപ്പുറത്തും കോഴിക്കോടും അതുപോലെ തന്നെ ഇടുക്കിയിലും വയനാട്ടിലും എല്ലാം ഈ ഒറ്റപ്പെട്ട വിഷയം ഒറ്റപ്പെട്ടതല്ലാതെ എത്താനുള്ള സാധ്യത വിദൂരത്തിലല്ല. ഈ വിഷയത്തെ സംബന്ധിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ ഉചിതമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും, അന്വേഷണം ഉണ്ടാവും. ഇസ്ലാമിക ഭീകര സംഘടനകൾ വളരെ പണ്ടു തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്ലീപ്പർ സെല്ലുകൾ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്ന്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, വസ്തുത എന്ന് പറയുന്നത്, ഈ സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനത്തിന്റെ അനന്തരഫലം, അതിന്റെ പ്രത്യാഘാതങ്ങൾ നാം അനുഭവിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കർണാടകയിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഹിജാബിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ചില വിദ്യാലയങ്ങൾ വലിയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ വലിയ സംഘർഷങ്ങൾ ഹിജാബിന്റെ പേരിൽ പൊട്ടിപ്പുറപ്പെട്ട അവിടെ വലിയൊരു വിദ്യാർത്ഥികളുടെ ഇടയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കി. അവിടെ നിലനിന്നിരുന്ന മതസൗഹാർദ്ദതയും സാമൂഹ്യ അന്തരീക്ഷവും എല്ലാം തകിടം മറിച്ചു. ആ അന്തരീക്ഷത്തിലേക്ക് ഇന്ന് നമ്മുടെ കൊച്ചു കേരളവും ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. എറണാകുളത്ത് ചില വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച ഇത്തരത്തിൽ ഹിജാബിന്റെ വിഷയം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മറ്റു മാനേജ്മെന്റുകൾ, മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് തുടങ്ങി മറ്റു എല്ലാ സ്ഥാപനങ്ങളും, അത് ഏതു തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായാലും മറ്റേതെങ്കിലും വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ ആയിക്കൊള്ളട്ടെ, ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ നടത്തിപ്പ്, ഇവിടുത്തെ ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ പൊതുസമൂഹം, ആ പൊതുസമൂഹം ചിന്തിക്കുന്ന വസ്തുത എന്താണ്? ആ പൊതുസമൂഹം ചിന്തിക്കുന്നത് ഇത് കേവലം ഒറ്റപ്പെട്ട എറണാകുളത്തെ ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ മാത്രം നടക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഈ മാനേജ്മെന്റുകളൊക്കെ, ഇവിടുത്തെ പൊതുസമൂഹം പുതിയ സംഭവം അറിഞ്ഞിട്ടില്ല മൊത്തത്തിൽ ചിന്തിക്കുന്നത്. ഈ ഒറ്റപ്പെട്ട സംഭവമായിട്ടായിരുന്നു കർണാടകയിലെ വിദ്യാലയത്തിൽ ഉണ്ടായപ്പോഴും മറ്റ് കാശ്മീർ ഉൾപ്പെടെയുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലും മതഭീകരതയുടെ പേരിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നപ്പോഴൊക്കെ നമ്മുടെ പൊതു സംവിധാനം, പൊതുസമൂഹം ഒക്കെ ചിന്തിച്ചത് ഇതെല്ലാം ഒറ്റപ്പെട്ട വിഷയങ്ങളെന്നായിരുന്നു. ആ ഒറ്റപ്പെട്ട വിഷയം എറണാകുളത്ത് എത്തിയെങ്കിൽ നാളെ തിരുവനന്തപുരത്തും പാലക്കാട്ടും കാസർഗോഡും കണ്ണൂരും മലപ്പുറത്തും കോഴിക്കോടും അതുപോലെ തന്നെ ഇടുക്കിയിലും വയനാട്ടിലും എല്ലാം ഈ ഒറ്റപ്പെട്ട വിഷയം ഒറ്റപ്പെട്ടതല്ലാതെ എത്താനുള്ള സാധ്യത വിദൂരത്തിലല്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ ഉചിതമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും, അന്വേഷണം ഉണ്ടാവും എന്നുള്ള നമുക്ക് തിരിച്ച് അതിനുള്ള റിപ്ലൈയും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കേവലം സർക്കാരിന്റെ നിയമപരമായിട്ടുള്ള പരിരക്ഷയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാമൂഹ്യ വിഷയമല്ല ഈ മതപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആചാരങ്ങളെ സംബന്ധിച്ച്, മതവസ്ത്രങ്ങളെ സംബന്ധിച്ച്, മതപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സംവിധാനങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പൊതുസമൂഹത്തിന്റെ ജാഗ്രത, ഒരു പൊതുസമൂഹത്തിന്റെ നിതാന്തമായിട്ടുള്ള കരുതൽ, അത് അനിവാര്യമായിട്ടുള്ള വസ്തുത തന്നെയാണ്. ഈ കേരളത്തിൽ ഇന്ന് ചില ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ചില ക്രൈസ്തവ വിദ്യാലയങ്ങളിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായത് എങ്കിലും അത്തരത്തിലുള്ള സാഹചര്യം നാളെ മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും, സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളിലേക്കും, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കും ഒക്കെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കടന്നു വരും എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. കാരണം ഇതിന്റെ എല്ലാം പിന്നിലുള്ള സ്രോതസ് എന്ന് പറയുന്നത്, ഇതിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഒന്നാണ്, അത് മതമാണ്. മതം മാത്രമാണ് മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്നല്ലേ ഇവര് പറയുന്നത്. അതെ,
ലിംഗാഗ്രചർമ്മത്തിൽ പോലും മതം കൊണ്ട് നടക്കുന്ന ആളുകൾ ഇന്നവർക്ക് വേഷത്തിൽ മതം വേണമെന്ന് പറയുന്നു. അവരുടെ സ്കൂളുകൾക്ക്, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാം മതമുണ്ട്. ഈ മതം പൊതുസമൂഹത്തില് ഒരു ഒരു ക്യാൻസർ ആയിട്ട് തുടരുമ്പോൾ അവരുടെ മതവിശ്വാസം മറ്റുള്ളവരെ കൂടി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ദാണ്ടെ എവിടെയെല്ലാമാണ് ഇവർ കയറി പിടിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിക്കേ. സുധി പറഞ്ഞ വിഷയം എനിക്ക് കിട്ടി കേട്ടോ, ഞാനത് പറയാം. അതായത് ഇവർ എവിടെയും വില്ലനായി വരുന്നത് മതമാണ് എന്നത് അടിവരയിട്ടൊന്ന് മനസ്സിലാക്കണം. ആ സുധി കിട്ടി എനിക്ക് മനസ്സിലാക്കി, ഞാൻ ആ വിഷയം എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോ ഈ 13 വയസ്സുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് മതവേഷം വേണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി രംഗത്ത് വരുന്നത് പോപ്പുലർ ഫ്രണ്ട് സംഘടന. ഈ കുട്ടികളെ ഇളക്കി വിട്ട് ഇവരുടെ വിദ്യാഭ്യാസത്തെ പോലും തടസ്സപ്പെടുത്തി അവരെ പൊതുസമൂഹം ഒരു ഭീകര ജീവികളായിട്ട് കാണാനും ഇവർക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കൊടുക്കുന്നതും അവരുടെ വിദ്യാഭ്യാസ വളർച്ചയെയും തടയുന്നതിന് വേണ്ടിയാണ് ഇവരിങ്ങനെ സംഘടിതമായി ഇറങ്ങിയിട്ടുള്ളത്. ഉണ്ടാവണം. കാരണം ഇതിന്റെ എല്ലാം പിന്നിലുള്ള സ്രോതസ് എന്ന് പറയുന്നത്, ഇതിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഒന്നാണ്, അത് മതമാണ്. മതം മാത്രമാണ് ഇതിന്റെ ഉത്ഭവം എന്നിരിക്കെ ഇത് കടന്നു വരാതെ മറ്റു മാർഗമില്ല. കാരണം ഒരു സ്ഥലത്തെ പരിവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട്, ഒരു സമൂഹത്തെ പരിവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട്, ഒരു നാടിനെയാകെ പരിവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, തങ്ങളുടെ വിശ്വാസത്തിന്റെ കീഴിലേക്ക് വരാത്തവരെയെല്ലാം ഇല്ലായ്മ ചെയ്യണം, നശിപ്പിക്കണം എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന മത തീവ്രവാദികൾ കാലുറപ്പിച്ചു വെച്ച പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ പ്രദേശത്തുമൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അത് വിദൂരത്തിലാവില്ല. കാരണം ഇന്ന് കർണാടകയിൽ കാണുന്നത് നാളെ കേരളത്തിൽ ഉണ്ടാവുമ്പോൾ കേരളത്തിന്റെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇത് എത്താനുള്ള സാധ്യത എങ്ങനെയാണ് നമുക്ക് വിദൂരത്തിലാണ് എന്ന് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു കാലത്ത് കാശ്മീരിൽ മാത്രമുണ്ടായിരുന്ന മതഭീകരത ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും മറനീക്കി വന്നതുപോലെ ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില മതസംഘടനകളുടെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമങ്ങൾക്ക് പിന്നിൽ ചില വിദേശ രാജ്യങ്ങളുടെ ഗൂഢാലോചനയും അതമഴിഞ്ഞ സാമ്പത്തിക സഹായവും അത് നിർലോഭം ലഭിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന്റെ ഏതു കോണിലും നടത്തുവാൻ വേണ്ടിയിട്ട് അവർക്ക് അനായാസം സാധിക്കും. ഇതിനെതിരെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുസമൂഹം നിതാന്തമായിട്ടുള്ള ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിന്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായിട്ടുള്ള പ്രസ്താവനയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കുറച്ചുകൂടി ഉചിതമായിട്ടുള്ള തീരുമാനത്തിലേക്കായിരുന്നു എത്തേണ്ടിയിരുന്നത്. സ്കൂളിൽ അനുവദിക്കപ്പെട്ട സ്കൂൾ യൂണിഫോമാണ് സ്കൂൾ മാനേജ്മെന്റ്, സ്കൂളിലെ ടീച്ചേഴ്സ്, PTA ഒക്കെ അംഗീകരിച്ചിരിക്കുന്ന അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള യൂണിഫോം, അതാണ് വിദ്യാർത്ഥികൾ ധരിച്ചെത്തേണ്ടത് എന്ന് പ്രതികരിക്കേണ്ട മന്ത്രി പോലും മത തീവ്രവാദ സംഘടനകളെ പാലൂട്ടി വളർത്തുന്ന തരത്തിൽ, അവരെ താലോലിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയെങ്കിൽ ഇവിടുത്തെ കേരളത്തിന്റെ പൊതുസമൂഹം വളരെ കരുതലോട് കൂടിയിട്ട്, വളരെ ജാഗ്രതയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുസമൂഹം ഉണർന്നു. അവർ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഇവർക്ക് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോ ഇന്ന് താണ്ടെ ഈ ലവ് ജിഹാദിന് ഇത്രമാത്രം കോഴിക്കോട് സ്വാധീനം. അപ്പൊ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. ഏതൊക്കെ രൂപത്തിലാണോ ഇവർ മതവും മത തീവ്രവാദവും ഒരു പൊതുസമൂഹത്തിൽ എത്തിച്ച് കുളം കലക്കുന്ന കടലിൽ കായം കലക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഒരു പൊതുസമൂഹത്തെ മലിനമാക്കാൻ വേണ്ടി നഞ്ചെന്തിനാ നന്നാഴി, ഇത്തിരി മതി. വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ അറ്റത്ത് ഒരൽപ്പം മനുഷ്യ കാഷ്ടം കൊണ്ടുവച്ചാൽ ആരെങ്കിലും അത് കഴിക്കുമോ എന്നതുപോലെ ഇവർ ഈ സമൂഹത്തിൽ മുഴുവനും വ്യാപകമായി ഈ ക്യാൻസറിന്റെ വിത്തുകൾ വാരി വിതറിക്കൊണ്ടിരിക്കുക. ഇവരായിട്ട് തന്നെയാണ് ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും സമൂഹത്തിൽ കിട്ടുന്ന മതിപ്പും പോലും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ ശക്തമായ രൂപത്തിൽ പ്രതിരോധിക്കാൻ, ഇവരോട് പ്രതികരിക്കാൻ, ഇവരെ അകറ്റി നിർത്താൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. യാതൊരു സംശയവുമില്ല.
ലവ് ജിഹാദിന്റെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ കേരളത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇസ്ലാമിക തീവ്രവാദ സംഘടന ഇപ്പൊ കുറച്ച് ദിവസം മുമ്പാണ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് കോതമംഗലത്ത് നിന്നൊരു വാർത്ത വരുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നു. കോതമംഗലത്തെ പെൺകുട്ടി സോന എൽദോസ് അല്ലെ, അത് മരിച്ചു. അതിനെ ഇവരെല്ലാവരും കൂടി തല്ലിക്കൊന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതൊരു കത്തും എഴുതി വെച്ചിട്ട് അതങ്ങോട്ട് പോയി. തന്ത മരിച്ചു 3 മാസം മാത്രമേ ആയിട്ടുള്ള കുടുംബത്തിന് ഇതൊക്കെ താങ്ങാൻ പറ്റുമോ? അടുത്തത് വരുന്നു കേട്ടോ. ബോധപൂർവം നടത്തുന്ന ഇത്തരം ചതിയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ലക്ഷ്യം വയ്ക്കുന്നത് നിഷ്കളങ്കരായ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ്. പ്രണയം നടിച്ച് അടുത്തുകൂടുകയും ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും മതം മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ജിഹാദികളുടെ പ്രവർത്തന രീതി. ചതി മനസ്സിലാക്കുമ്പോഴേക്കും പെൺകുട്ടി ഊരാക്കുടുക്കിൽപ്പെട്ടിരിക്കും. നിരവധി ഉദാഹരണങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ കൺമുന്നിലുണ്ട്. എങ്കിലും സർക്കാരോ പ്രതിപക്ഷമോ കേരളത്തിൽ ലവ് ജിഹാദി ലോബി പ്രവർത്തിക്കുന്നു എന്ന് സമ്മതിച്ചു തരില്ല. ജിഹാദി സംഘടനകൾ വോട്ട് ബാങ്ക് കാണിച്ച് അവരെ സ്വാധീനിക്കുകയാണ്. ആദ്യമൊക്കെ ഹൈന്ദവ സംഘടനകളാണ് ലവ് ജിഹാദ് സമൂഹത്തിൽ ചർച്ചയാക്കിയതെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻ സംഘടനകളും സഭകളും അത് ചർച്ചയാക്കുന്നുണ്ട്. ഇടവക തിരിച്ച കൃത്യമായ കണക്കുകൾ പോലും അവരുടെ കയ്യിലുണ്ട് ഈ ഇരകളുമായി ബന്ധപ്പെട്ട്. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഈ വാർത്ത ശ്രദ്ധേയമാകുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് പ്രണയക്കെണിയിൽപ്പെട്ട് പീഡനത്തിന് ഇരയായത്. കോഴിക്കോട് സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത ഹിന്ദു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് ഫാദിൽ എന്ന ഈ ലവ് ജിഹാദിയാണ്. വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി ഫാദിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലാണ്. പോക്സോ ആക്ട് പ്രകാരവും ഭാരതീയ ന്യായ സംഹിത പ്രകാരവുമുള്ള നിരവധി വകുപ്പുകൾ ഇയാൾക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. ഇപ്പോൾ വാർത്തയാകുന്നത് ഈ ഫാദിലിന്റെ കെണിയിൽപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും മന്ത്രി വീണ ജോർജിനും നൽകിയ ഒരു പരാതിയാണ്. അതായത് ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിയെ അമ്മയിൽ നിന്നും കുടുംബത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു. CWC ആണ് ഇങ്ങനെ പെൺകുട്ടിയെ വിട്ടുകൊടുക്കാതിരിക്കുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത്. അന്വേഷണത്തിനും ഗർഭഛിദ്ര മെഡിക്കൽ നടപടികൾക്കും ശേഷം കോഴിക്കോട് CWC അവരുടെ നിയന്ത്രണത്തിലുള്ള ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പാർപ്പിച്ചു. ഈ പെൺകുട്ടിയെ പാർപ്പിച്ചു. പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പെൺകുട്ടിയെ വിട്ടുകൊടുക്കാൻ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും CWC തയ്യാറാകാത്തതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കടക്കം പരാതി വന്നിരിക്കുന്നത്. സുരക്ഷ ഉറപ്പാക്കാത്തത് കൊണ്ടാണ് പെൺകുട്ടി പോക്സോ കുറ്റകൃത്യത്തിന് ഇരയായത് എന്ന വിചിത്രവാദമാണ് CWC ഉന്നയിക്കുന്നത്. എന്നാൽ തന്റെ മകൾക്ക് വീട്ടിൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നും പ്രതി ജയിലിലാണെന്നും മകളെ സംരക്ഷിക്കാൻ എല്ലാ കഴിവുമുണ്ടെന്നുമാണ് ആ അമ്മ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഭർത്താവ് 12 വർഷം മുമ്പ് ഉപേക്ഷിച്ചു പോയെന്നും വീട്ടിൽ ക്യാൻസർ രോഗി കൂടിയായ താനും അമ്മയും മാത്രമാണുള്ളതെന്നും മകളെ പിരിഞ്ഞിരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും പരാതിയിൽ പറയുന്നു. CWC ചെയർമാനാണ് കുട്ടിയെ വിട്ടു നൽകാൻ തടസ്സം നിൽക്കുന്നതെന്നും അവർ ആരോപിക്കുന്നുണ്ട്. അച്ഛനില്ലാത്ത സാഹചര്യത്തിൽ മകൾ അമ്മയോടൊപ്പമാണ് നിൽക്കേണ്ടത്. നിയമങ്ങളും കോടതി വിധികളും അനുകൂലമായി നിൽക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെടുകയാണെന്നാണ് അമ്മയുടെ പരാതി. കുട്ടിയെ വിട്ടു നൽകാത്തതിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നും കുടുംബം സംശയിക്കുന്നു. അതുപോലെ തന്നെയായിരുന്നു ആ സോന എൽദോസ്. കരുത്തന്മാരായിട്ടുള്ള ആങ്ങളമാരും പിതാവും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വീട്ടിലേക്കാണ് ഇവരെ കയറുക ലവ് ജിഹാദിന്റെ രൂപത്തിൽ. ഈ പെൺകുട്ടികൾ ഭീഷണിക്ക് വഴങ്ങിയോ അതല്ലെങ്കിൽ ഇവരുടെ പ്രണയത്തിൽ വിശ്വസിച്ചോ എന്തായിരുന്നാലും ശരി പെട്ടുപോകുവാണ്, രക്ഷയില്ല. ഇതിനകത്ത് ബലിയാടാകുന്നത് ആരാണെന്നറിയാമോ? കഷ്ടപ്പെട്ട് ഇവരെ വളർത്തുന്ന മാതാപിതാക്കളാണ്. മിക്ക കുടുംബങ്ങളിലും ഇവര് ഈ ഇരകളാക്കപ്പെട്ട ഈ വേട്ടക്കാർ വേട്ടയാടിയ കുടുംബങ്ങളുടെ പശ്ചാത്തലങ്ങൾ എടുത്താൽ അധിക കുടുംബത്തിനും നാഥനുണ്ടായിരുന്നില്ല. സോന എൽദോസ് ഇപ്പൊ മരിച്ചില്ലേ, ആത്മഹത്യ ചെയ്തില്ലേ ഒരു പെൺകുട്ടി? പിതാവ് മരിച്ചു 3 മാസമായപ്പോഴേക്കാണ് അതിനകത്ത് കയറിയിട്ട് ആ കൊച്ചിനോട് മതം മാറണമെന്നൊക്കെ ആവശ്യപ്പെടുന്നത്. ആ കുടുംബം അത് ജീവിച്ചിരിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു, ശരി നിനക്ക് ഇഷ്ടപ്പെടുന്നവനോടൊപ്പം ജീവിച്ചോ. അപ്പോഴാണ് ആ റമീസ് എന്ന് പറയുന്ന പയ്യനെ നാർക്കോട്ടിക് പിന്നെ അനാശാസ്യത്തിനൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. 2000 രൂപയും കൊണ്ട് എല്ലാ മാസവും ഏതോ സെക്സ് റാക്കറ്റിന്റെ അടുത്തൊക്കെ പോകുമായിരുന്നു എന്നൊക്കെ ഈ സോന എൽദോസ് എന്ന പെൺകുട്ടിയുടെ കൂട്ടുകാരി തന്നെ വന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. നമ്മളെല്ലാവരും കേട്ടത്. നിങ്ങൾ കേട്ടതുപോലെ തന്നെയാണ് ആ വിഷയം ഞാനും കേട്ടത്. ഇത് എന്തുവാണ് ഇതൊക്കെ? ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടരുതല്ലേ? കൊള്ളാം. ഇനി അതൊന്നും നടക്കില്ല സുഹൃത്തെ, ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് മാത്രം